विदिताखिलशास्त्रसुधा जलधे महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं भवशङ्कर देशिकमे शरणम् करुणावरुणालय पालय मां भवसागर दुःखविदूनहृदं रचयाखिल दर्शन तत्त्वविदं भवशङ्कर देशिकमे शरणं. വേദാന്ത പരിഭാഷ പോലെയുള്ള ഒരു ഗ്രന്ഥം ശരിക്ക് പഠിക്കണമെങ്കിൽ തർക്കശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അത് അത്ര ക്ലിഷ്ടമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കതിനൊരു സന്ദർഭം വേണ്ട പോലെ കിട്ടുന്നില്ല. അത് തുടക്കത്തിൽ ഒരാളിരുന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. തർക്കശാസ്ത്രത്തിൻ്റെ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഭാഷ അഭ്യസിക്കുന്നത് പോലെയാണ്. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ചെടുത്തതിന് ശേഷം ശാസ്ത്രത്തിൽ വ്യുത്പത്തി ഉണ്ടാക്കുക എന്ന് പറയും. വ്യുത്പത്തി അങ്ങനൊരു വാക്ക് എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? ഒരു ശാസ്ത്രത്തെ പഠിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവുക, അതാണ് ആദ്യം. ഒരാള് വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഗ്രഹിക്കാനുള്ള ഒരു സാമർഥ്യം, പദാർത്ഥങ്ങളെ വിവേചനം ചെയ്യാനുള്ള ഒരു സാമർഥ്യം, ഇതൊക്കെ നേടിയെടുക്കുന്നതിനാണ് വ്യുത്പത്തി ഉണ്ടാവുക എന്ന് പറയാം. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് വ്യുത്പത്തി ഉണ്ടാവാൻ തർക്കശാസ്ത്രം പഠിച്ച് അങ്ങനെ പഠിക്കുന്ന ഒരു ക്രമമാണ് നമ്മുടെ പൂർവികന്മാർ അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും സാമ്പ്രദായികമായിട്ട് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ടത്ര അതിനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ വരിയും വായിച്ച അർത്ഥം പറയാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ഒരു പ്രമേയം ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ പറഞ്ഞങ്ങടെ അവസാനിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രവും കാര്യമില്ല. അത് പിന്നീട് നിങ്ങൾക്ക് അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാഥമികമായ ജ്ഞാനമെങ്കിലും അതിൽ നിന്ന് കിട്ടിയിരിക്കണം. എങ്കിൽ ഇത്തരം എന്താ പറയേണ്ട അനുഷ്ഠാനങ്ങളൊക്കെ വെറുതെ ആയി പോകും. 4 ദിവസം ഇവിടെ വന്നിരുന്നു, ക്ലാസ്സുകൾ എടുത്തു, നിങ്ങളതിനെ കേട്ടിരുന്നു, അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു പ്രാഥമികമായിട്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തുന്നതിന് പാകത്തിന് പരമാവധി സരളമാക്കിയിട്ട് ഞാൻ പറയാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അതിന് എത്രയൊക്കെ നമ്മൾ സരളമാക്കി കഴിഞ്ഞാലും ചില ആശയങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് എത്താൻ ബുദ്ധിക്ക് ഒരു ക്രമം ആവശ്യമുണ്ട്. അത് ബുദ്ധി കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും വിഷയമല്ല. അത് എത്ര ബുദ്ധിമാനാണെങ്കിലും ആ രീതിയിൽ അതിനെ പഠിച്ചിട്ടൊരു ശീലം ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ അത്തരം വിഷയങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ശീലം ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു ക്രമത്തിൽ ഞാൻ ഇങ്ങനെ പരമാവധി സരളമായിട്ട് പറയാൻ ഭാവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇടയിൽ പറയേണ്ടുന്നപ്പോൾ ഒരു ശാസ്ത്രഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വരി കഴിഞ്ഞ് അടുത്ത വരി വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് അതിന് സംഗതി പറയണം. സംഗതി എന്നാണ് ഇതിന് പറയാം. ഈ വരി എന്തിനു വേണ്ടി ആരംഭിച്ചു? നിങ്ങൾ മനസ്സിലാക്കണം, ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഓരോ വരിയും ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പോലെയാണ്. ഓരോ വരിയും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. ഗ്രന്ഥകാരന്മാർ തന്നെ സ്വയം നനു എന്ന് പറഞ്ഞ് തുടങ്ങും. ചില സമയത്ത് നനു എന്ന് എഴുതില്ല. ഒരു വരി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വരി എന്തിനു വേണ്ടി എഴുതി? അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യം വ്യാഖ്യാനകാരന്മാര് ചേർത്ത് അതിന്റെ ഉത്തരമായിട്ട് ഓരോ വരികളെയും വ്യാഖ്യാനിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാന പദ്ധതി. അങ്ങനെ പഠിക്കുമ്പോഴാണ് അത് ശരിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അങ്ങനെ അത്രയും വിവരിച്ച് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണ്, അതിന്റെ പൂർണ്ണമായ സ്വരൂപത്തിലല്ല പഠിപ്പിക്കുന്നതെങ്കിലും ഓരോ വരിയും വായിച്ചിട്ട് പരമാവധി അതിന്റെ ആ ഒരു യഥാശ്രുതാർത്ഥം എന്ന് പറയും, കേൾക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു തെറ്റില്ലാത്ത ഒരർത്ഥം,
അർത്ഥം തെറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിൽ വെക്കാവുന്ന തെറ്റില്ലാത്ത ഒരു അർത്ഥം ഏറ്റവും സരളമായിട്ട് പറയാൻ പറ്റുന്നത് പറയാം. അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഈ 4 ദിവസം കൊണ്ട് ഈ പ്രത്യക്ഷ പരിച്ഛേദം അവസാനിപ്പിക്കണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമുക്ക് ഇപ്പോൾ 1 മണിക്കൂർ ഇനി കിട്ടും. അത് കഴിഞ്ഞ് നാളെ കുറച്ചധികം സമയം കിട്ടും. അപ്പം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം വിചാരിക്കുന്നു. ഇത് ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് സൗകര്യം പോലെ ഇരുന്ന് ഇത് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ഒരു ആദ്യം കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത് കേൾക്കുമ്പോൾ കൂടുതൽ സ്പഷ്ടമാകും. അപ്പൊ നമുക്ക് നേരിട്ട് ഇനി പുസ്തകത്തിലേക്ക് കടക്കുക. വേറെ അവതാരികയൊന്നും ആവശ്യമില്ല. യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയ തം നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം. സാമാന്യമായിട്ട് ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. യദവിദ്യാവിലാസേന, യാതൊരു പരമാത്മാവിന്റെ അവിദ്യാവിലാസം കൊണ്ടാണോ ഭൂതഭൗതിക സൃഷ്ടയ, ഭൂതസൃഷ്ടി ഭൗതിക സൃഷ്ടി ഇത് രണ്ടും സംഭവിച്ചത്, തം നൗമി പരമാത്മാനം, ആ പരമാത്മാവിനെ ഞാൻ നമിക്കുന്നു. എങ്ങനെയുള്ള പരമാത്മാവിനെ എന്നാണെങ്കിൽ സച്ചിദാനന്ദ വിഗ്രഹം, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിനെ. ഈ ശ്ലോകത്തെ പറ്റി ചില കാര്യങ്ങൾ നമ്മളുടെ മുരളീകൃഷ്ണൻ സാറ് പറയുണ്ടായി. അത് നിങ്ങൾ ഗ്രഹിച്ചോന്നറിയില്ല. എങ്കിലും ഞാനും വളരെ വിസ്തരിച്ചതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ പിന്നീട് വിഷയപരിച്ഛേദത്തിൽ, പ്രയോജന പരിച്ഛേദത്തിലൊക്കെ വരും. ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വേദാന്ത ശാസ്ത്രത്തിന്റെ പരിചയം ഉള്ളവരാണ് എന്ന് വിചാരിക്കാൻ വയ്യ, അല്ലോ. അപ്പോ നമുക്ക് എവിടുന്ന് തുടങ്ങണം എന്നുള്ളതൊരു വലിയ വിഷയമാണ്. എങ്കിലും വളരെ താഴത്തുനിന്ന് തുടങ്ങി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിഷമമുണ്ട്. അപ്പോൾ പൊതുവെ നിങ്ങൾ ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നീട് മനസ്സിലാവും. വേദാന്ത ശാസ്ത്രത്തിന്റെ പൊതുവായ പ്രമേയം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പൊ വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമേയം ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ഗ്രന്ഥത്തിന്റെ തന്നെ അവസാന ഭാഗത്താണ്. അത് വ്യാഖ്യാനിക്കാൻ പോകുന്നത് പിന്നീടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇത് കേട്ടിരിക്കുക. പിന്നീട് വിഷയപ്രയോജന പരിച്ഛേദങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗം കേട്ട് കഴിഞ്ഞാൽ പൊതുവെ വേദാന്ത ശാസ്ത്രത്തിന്റെ സ്വഭാവം എന്താണ് മനസ്സിലാവും. അതിന് മനസ്സിലായതിനു ശേഷം ജിജ്ഞാസയുള്ളവരെ വീണ്ടും ഇത് കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. വേദാന്ത ശാസ്ത്രപ്രകാരം പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പാരമാർത്ഥിക സത്യമായിട്ടുള്ള ഒന്നല്ല. വേദാന്ത ശാസ്ത്രത്തില് സത്യം എന്ന് പറയുന്ന ആശയത്തെ ഒരേ തരത്തിലല്ല കണക്കാക്കുന്നത്. പാരമാർത്ഥിക സത്യം, വ്യാവഹാരിക സത്യം, പ്രാതിഭാസിക സത്യം, ഇങ്ങനെ സത്യത്വത്തിന് 3 തലങ്ങളുണ്ട് എന്നുള്ളതാണ് വേദാന്ത ശാസ്ത്രത്തിന്റെ ഒരു നിഗമനം. സത്യം എന്ന് പറഞ്ഞാൽ കാണുന്നതൊക്കെ സത്യം അങ്ങനെയല്ല. കയറിൽ പാമ്പിനെ കാണുന്ന സമയത്ത് അത് സത്യമാണെന്ന് തോന്നുന്നു, നമ്മൾ പേടിക്കുന്നു, പക്ഷെ പിന്നീട് അത് സത്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ സത്യമാണെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം അതിന് യോജിക്കുന്ന ഒരു സത്യത്വം കൽപ്പിച്ചേ മതിയാവും. അത്തരം സത്യത്വത്തിനാണ് പ്രാതിഭാസിക സത്യത്വം എന്ന് പറയാം. ആ കാണുന്ന സമയത്ത് മാത്രം സത്യമായിട്ട് തോന്നുന്ന, പെട്ടെന്ന് തന്നെ അത് മറഞ്ഞു പോകുന്ന അത്തരം സത്യത്വം, അതിനെയാണ് പ്രാതിഭാസിക സത്യം എന്ന് പറയാം. ഇതൊക്കെ ചുരുക്കത്തിൽ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കി വെക്കണം. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിൽ ലോകത്ത് നമ്മളെല്ലാവരും ഒരേപോലെ സത്യം എന്ന് ധരിക്കുന്ന നമ്മളുടെ മുമ്പിലുള്ള ഈ മഹാപ്രപഞ്ചം ഉണ്ട്. ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ ഇതും സത്യമാണ്. പക്ഷെ എങ്ങനെയാണ്? പാരമാർത്ഥിക സത്യമാണ് എന്ന് പറയാൻ വയ്യ. പാരമാർത്ഥിക സത്യമാണ് എന്നുള്ള എന്ന് തോന്നും നമുക്ക്. അതിപ്പോ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഭ്രമം ഉള്ള സമയത്ത് അതൊരു പാരമാർത്ഥിക സത്യമാണെന്നാണ് തോന്നുക. പക്ഷെ ഏതുവരെ അത് നിൽക്കുള്ളൂ? അത് ബാധിക്കുന്നത് വരെ മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ
ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ തന്നെ ബ്രഹ്മജ്ഞാനത്തെ കൊണ്ട് ബാധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഒരാള്, സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ ഒരാളുടെ അവസ്ഥയാണ് ഈ ബ്രഹ്മജ്ഞാനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ബ്രഹ്മജ്ഞാനം, ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ കൈവരിക്കുന്നത് വരെ മാത്രമേ ഈ പറയുന്ന വ്യവഹാരങ്ങൾ മുഴുവൻ ഉള്ളൂ. പക്ഷെ അത് വരുന്നത് വരെ ഈ വ്യവഹാരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് വേദാന്ത ശാസ്ത്രത്തിന്റെ നിലപാട്. ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രുതിവാക്യങ്ങൾ, ഉപനിഷത്തിലത്തെ വാക്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരാശയം ഇതാണ്. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മളായിട്ട് അങ്ങനെ തീരുമാനം എടുത്തതല്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഉപനിഷത്ത് വാക്യങ്ങൾ, ഉപനിഷത്തിലുള്ള ശ്രുതിവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഏകമേവ അദ്വിതീയം, നേഹനാനാസ്തി കിഞ്ചന, തത്വമസി മുതലായ വാക്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അഭിപ്രായം നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശ്രുതി കാണിച്ചു തരുന്ന ഒരു അഭിപ്രായത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ചിലതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയില്ലേ, വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന ആലങ്കാരിക ഭാഷയാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അർത്ഥാപത്തി കൊണ്ട്, ശ്രുതാർത്ഥാപത്തി കൊണ്ട് കൽപ്പിക്കുക എന്ന് പറയും. ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെ ഉപപാദിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമോ അതൊക്കെ നമ്മൾ എടുക്കും. അങ്ങനെയാണ്. കേൾക്കുന്നത് മാത്രം അതേപോലെ എടുക്കില്ല. ഇതിനാണ് പറയുക ശ്രുതാർത്ഥാപത്തി എന്ന് പറയും. ഒരു പ്രമാണം ഇതിൽ വരാൻ പോകുന്നതാണ്. അവിടെ ഇരിക്കുന്ന ഒരാളോട് ഇവിടെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് വരൂ എന്നർത്ഥം കിട്ടുന്നില്ലേ? അത് എവിടുന്നേ കിട്ടിയേ? ഇവിടെ വരൂ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് വരണം എന്നാണോ ഞാൻ പറഞ്ഞത്? എഴുന്നേൽക്കാതെ തന്നെ വരണം എന്നാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എഴുന്നേറ്റിട്ട് വരണം എന്നല്ലേ. പക്ഷെ എഴുന്നേറ്റിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ വരൂ എന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ എഴുന്നേറ്റിട്ട് ഇവിടുന്ന് അർത്ഥം കിട്ടിയത്? ഇതാണ് ശ്രുതാർത്ഥാപത്തി. മനസ്സിലായോ? എഴുന്നേൽക്കാതെ ഇവിടുന്ന് വരാൻ സാധിക്കില്ല. അപ്പൊ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എഴുന്നേറ്റിട്ട് വരണം എന്നുള്ളത് അർത്ഥാത് കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശ്രുതിവാക്യം, ഒരു ആശയം, ഏകമേവ അദ്വിതീയം, ഒരേ പരമാത്മ ചൈതന്യം ഒന്ന് മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ആ പ്രഖ്യാപനത്തിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളത് നമ്മുടെ ഭാരമാണ്. അപ്പോ എന്ത് ചെയ്യണം? പരമാർത്ഥ സത്യം എന്നൊരു ശബ്ദം പോലും ശ്രുതി ഉപയോഗിച്ചില്ല. സദേവ സൗമ്യ ഇതമഗ്ര ആസീത്, സദേവ സൗമ്യേതമഗ്ര ആസീത്. സത് എന്നൊരു ശബ്ദം ഉപയോഗിച്ചുള്ളൂ. സത് എന്ന് പറഞ്ഞാൽ സത്യം എന്നർത്ഥം. സത്യമായത് ഒന്നു മാത്രമേ ഉള്ളൂ. ഇതാണ് വാക്യത്തിന്റെ വാച്യാർത്ഥം. വാക്യത്തിൽ നിന്ന് കിട്ടുന്ന, നേരിട്ട് കിട്ടുന്ന അർത്ഥം. പക്ഷെ ഈ അർത്ഥത്തെ, ഈ വാക്യത്തെ സമർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ശ്രുതിയുടെ ആശയം എന്തെന്ന് നമ്മൾ തന്നെ വ്യാഖ്യാനിക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പാരമാർത്ഥികമായ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നും, അപ്പൊ ബാക്കിയുള്ളതൊക്കെ സത്യമായിട്ട് കാണുന്നില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, സത്യമായിട്ട് തോന്നുന്നു എങ്കിലും അതിനെ പാരമാർത്ഥിക സത്യം എന്ന് വിളിക്കാൻ വയ്യ. മറിച്ച് വ്യാവഹാരിക സത്യം എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് എന്താണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്? നമുക്ക് സാധാരണ നിലയ്ക്ക് എല്ലാവർക്കും സത്യമായിട്ട് തോന്നുന്ന ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്, പക്ഷേ പാരമാർത്ഥിക സത്യമല്ല. അപ്പൊ പാരമാർത്ഥിക സത്യം എന്ത് മാത്രമേ ഉള്ളൂ? ഒരേ ഒരു പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ജീവാത്മാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. ജീവാത്മാവിൻ്റെതായ ഈ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിനോട് ചേർത്ത് നമ്മൾ കാണുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ എന്ന് അഭിമാനിക്കുന്നതെല്ലാം പ്രപഞ്ചത്തിനോട് ചേർന്നതാണ്. അതെല്ലാം മിഥ്യയാണ്. ബാക്കിയുള്ള ചൈതന്യം കേവലം പരമാത്മാവിന്റെ സ്വരൂപം എന്താണോ അത് തന്നെയാണ്. ഇത്രയും പറഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ തത്വമസി എന്ന വാക്യത്തിന്റെ അർത്ഥം കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വേദാന്ത ശാസ്ത്രത്തിന്റെ പൊതുവെ ഉള്ള ഒരു ഗതി. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അവിദ്യാവിലാസമാണ്. അവിദ്യാവിലാസമാണെന്നൊരു ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരമാർത്ഥ സത്യമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിദ്യാവിലാസം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ഇന്ദ്രജാലക്കാരൻ, മെജീഷ്യൻ എന്ന് പറയില്ലേ, ഒരു ഐന്ദ്രജാലികൻ തൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ കാണിച്ചു കൊടുക്കുന്ന വസ്തുക്കളെ പോലെ. അത് ഉള്ളതാണോ ചോദിച്ചു കഴിഞ്ഞാൽ
ഉള്ളത് വേറെ തരത്തിൽ കാണുന്നു അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ കാണുന്ന പോലെ അല്ല അത്. അപ്പോ മായ, മായാജാലം എന്നല്ലേ നമ്മൾ പറയാ. മായാജാലം എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ മായ കൊണ്ടാണ് ഇതൊക്കെ കാണുന്നത് എന്നൊരു ഒരു ഒരു പറയുന്ന രീതി നമുക്ക് പ്രസിദ്ധമാണ്. മായാമയമായ പ്രപഞ്ചം എന്നൊക്കെ പറയാറില്ലേ. പരമാത്മാവിന്റെ മായ കൊണ്ട് ഇതെല്ലാം കാണുന്നു. ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മായ എന്ന് പറയുന്ന ഒരു ശക്തി, ആ ശക്തിയുടെ സ്വഭാവം ലോകത്തിൽ എന്താണ്? ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നിക്കുന്ന ശക്തിയാണ് മായ. ഉള്ളത് ഇല്ലാത്തതായിട്ട് തോന്നിക്കുന്നതും ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നിക്കുകയും ചെയ്യുന്ന ശക്തിക്കാണ് മായ എന്ന് പറയാ. അതുകൊണ്ടാണ് എന്താ പറയാ, മായാവി മായാവി എന്നൊക്കെ പറയുന്ന ആ ശബ്ദം ഇല്ലാത്തത് കാണിക്കുന്ന ശക്തിയാണ്. ശക്തി തന്നെയാണ്, ശക്തിയല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ശക്തിയുടെ സ്വഭാവം ഇതാണ്. അങ്ങനെയുള്ള ശക്തിയുടെ പ്രതിഫലനമാണ് പ്രപഞ്ചം മുഴുവൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രന്ഥങ്ങളിലും ശ്രുതികളിലും പുരാണങ്ങളിലും എല്ലാത്തിലും ഈ മായാമയം എന്നുള്ള വാക്ക് പ്രാധാന്യം ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അവിദ്യാവിലാസേന, അവിദ്യ മായ എന്നൊക്കെ ചെറിയ ചെറിയ വസ്തു ഒന്ന് തന്നെയാണ്. അതിനെ ചെറിയ ആ വാക്കിന്റെ പ്രയോഗത്തിൽ ചെറിയ അർത്ഥ വ്യത്യാസം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഒന്നിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോ യത് അവിദ്യാവിലാസേന, യാതൊരു പരമാത്മാവിന്റെ അവിദ്യാവിലാസം കൊണ്ടാണോ മായ കൊണ്ടാണോ ഈ കാണുന്ന ഭൗതിക സൃഷ്ടികള്, ഭൂതസൃഷ്ടി ഭൗതിക സൃഷ്ടി രണ്ടു തരത്തിലാണ്. സൃഷ്ടി ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചഭൂതങ്ങള്, പൃഥിവി, ജലം, തേജസ്, വായു, ആകാശം. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഏറ്റവും മൂലഭൂതമായ ഘടകങ്ങൾ ഇതാണ്. ഇവയെ സൃഷ്ടിക്കുന്നതിനാണ് ഭൂതസൃഷ്ടി എന്ന് പറയാം. പിന്നെയോ ഈ ഭൂതങ്ങൾ പരസ്പരം മിശ്രിതമായിട്ട് പഞ്ചീകരണം എന്നൊരു വാക്ക് പിന്നീട് വരും, അതിന്റെ വ്യാഖ്യാനം വരും. പഞ്ചീകൃതമായതിനു ശേഷം നമ്മുടെ ഭോഗയോഗ്യമായിരിക്കുന്ന ഉപയോഗയോഗ്യമായ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യവഹരിക്കുന്ന ഈ ബാഹ്യപ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഭൗതികം എന്ന് പറയുന്നത്. ഭൂതത്തിൽ നിന്നുണ്ടായത് ഭൗതികം. ഇങ്ങനെ ഭൂതസൃഷ്ടി ഭൗതിക സൃഷ്ടി ഇത് രണ്ടും യാതൊരു പരമാത്മാവിന്റെ അവിദ്യാവിലാസം കൊണ്ടാണോ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാസ്തവത്തിലുള്ള സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ വിഗ്രഹം. കേവലം സദ്രൂപമാണ്, ചിദ്രൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. സദ്രൂപം എന്നുള്ളതിന് ബാധിക്കപ്പെടാത്ത സ്വരൂപത്തിനെയാണ് സദ്രൂപം എന്ന് പറയാം. സദ്രൂപം എന്ന വാക്കിനർത്ഥം ഒരിക്കലും ബാധിക്കപ്പെടാത്ത സ്വരൂപം, സദ്രൂപം. ചിദ്രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനസ്വരൂപം എന്നർത്ഥം. ജ്ഞാനം തന്നെ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിക്കാണ് ജ്ഞാനം എന്ന് പറയാം. ആ ജ്ഞാനം തന്നെ സ്വരൂപമായിട്ടുള്ളത് ആർക്കാണോ അങ്ങനെയുള്ള ആളെയാണ് ജ്ഞാനസ്വരൂപ, ചിദ്രൂപ എന്ന് പറയാം. പിന്നെ ആനന്ദ, ആനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം. അത് യാതൊരു ആളുടെ സ്വരൂപം തന്നെയാണോ അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ. തൽക്കാലം ഇത്ര വ്യാഖ്യാനം മതി, ഇനി മുന്നോട്ട് പോകാം. അപ്പൊ മംഗളശ്ലോകം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് ചുരുങ്ങിയ പക്ഷം പ്രമാലക്ഷണം കഴിയുന്നവരേക്കും വ്യാഖ്യാനിക്കണം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള ശ്ലോകങ്ങള് നമുക്ക് വിസ്തരിക്കേണ്ട ആവശ്യമില്ല, വേഗം അർത്ഥം പറഞ്ഞു പോവുക വേണ്ടു. യത് അന്തേവാസി പഞ്ചാസ്യൈർ നിരസ്താ ഭേദിവാരണാഹ തം പ്രണൗമി നൃസിംഹാഖ്യം യതീന്ദ്രം പരമം ഗുരും. നൃസിംഹാഖ്യം യതീന്ദ്രം പരമം ഗുരും പ്രണൗമി. അദ്വൈത ആചാര്യന്മാരുടെ പരമ്പരയില് നൃസിംഹാശ്രമികള് എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു യതിവര്യൻ ഉണ്ടായിരുന്നു. അദ്വൈത ദീപിക മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പഞ്ചപാദിക വിവരണത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനുഭാവനായിട്ടുള്ള നൃസിംഹാശ്രമികൾ എന്ന് പറയുന്ന അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമഗുരുവായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ വേദാന്ത പരിഭാഷയുടെ കർത്താവായിരിക്കുന്ന ധർമ്മരാജാധ്വരീന്ദ്രന്റെ പരമഗുരു. പരമഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുരുവിന്റെ ഗുരു. ഗുരുവിന്റെ ഗുരുവായിരുന്നു നൃസിംഹാശ്രമികൾ. അദ്ദേഹത്തിനെ സ്തുതിക്കുകയാണ്. യത് അന്തേവാസി പഞ്ചാസ്യൈർ നിരസ്താഹ ഭേദിവാരണ.
അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിഷ്യന്മാര്. അന്തേവാസി എന്ന ശബ്ദത്തിന് ശിഷ്യൻ എന്നർത്ഥമാണ്. യാതൊരു യതീന്ദ്രന്റെ ശിഷ്യന്മാരാകുന്ന പഞ്ചാസ്യൈ, പഞ്ചാസ്യ പറഞ്ഞാൽ സിംഹം എന്നർത്ഥം. ശിഷ്യന്മാർ തന്നെ സിംഹങ്ങളാണ്, സിംഹങ്ങളെ പോലെയാണ്. പഞ്ചാസ്യ, പഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്നാണ്. അങ്ങനെയല്ല, വിസ്തൃതം എന്നർത്ഥത്തിലാണ്. പചി വിസ്താരേ എന്നൊരു ധാതു. പ്രപഞ്ച എന്ന് പറയില്ലേ, പ്രപഞ്ച എന്ന വാക്ക് തന്നെ എങ്ങനെ വന്നത്? പ്രകർഷേണ വിസ്തൃതമായത് എന്നർത്ഥത്തിലാണ് പ്രപഞ്ച. അതുപോലെ പഞ്ചാസ്യ എന്ന സിംഹത്തിന് പേരുണ്ട്, വിസ്തൃതമായ ആസ്യത്തോടു കൂടിയ മുഖം. അപ്പോ അന്തേവാസികളാകുന്ന പഞ്ചാസ്യന്മാര് യാതൊരു മഹാനുഭാവന്റെ അന്തേവാസികള് ശിഷ്യന്മാരാകുന്ന ശിഷ്യസിംഹങ്ങള് അവരാൽ തന്നെ ഭേദിവാരണാഹ നിരസ്താഹ. വാരണ എന്ന് പറഞ്ഞാൽ ആരാണ്? ആന. വാരണം എന്ന വാക്കിനർത്ഥം ആന എന്നാണ്. ഭേദി എന്ന വാക്കിനർത്ഥം ദ്വൈതികള്. ഭേദവാദികള് എന്ന് പറഞ്ഞാൽ അദ്വൈതത്തെ എതിർക്കുന്ന ദ്വൈത സിദ്ധാന്തത്തെ മുന്നോട്ട് വെക്കുന്നവര് ഭേദികള്. ദ്വൈതികളാകുന്ന ആനകള് യാതൊരു സിംഹങ്ങളാൽ നിരസ്തന്മാരായി തീർന്നുവോ. ആരാണ് സിംഹങ്ങള് ഇവിടെ? ശിഷ്യന്മാര്. അപ്പൊ ശിഷ്യന്മാര് തന്നെ മതി ഈ ദ്വൈതി വർഗത്തെ ഒക്കെ പരാജയപ്പെടുത്താൻ. ആനയുടെ കരുത്തിന് മുമ്പില്, അല്ല, സിംഹത്തിന്റെ കരുത്തിന് മുമ്പില് ആനയുടെ കരുത്ത് നിഷ്പ്രഭമാവും എന്നൊരു പൊതുവെ ഒരു പറച്ചിലുണ്ട്. അത് വെച്ചിട്ട് എഴുതുന്നതാണ്. അപ്പൊ യാതൊരു മഹാനുഭാവന്റെ ശിഷ്യന്മാരാകുന്ന സിംഹങ്ങളാൽ ദ്വൈതവാദികളാകുന്ന ഗജങ്ങൾ പരാജയപ്പെട്ടുവോ, അപ്രകാരമുള്ള ആ യതീന്ദ്രനായിരിക്കുന്ന പരമഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു. ശ്ലോകത്തിന് അർത്ഥമായില്ലേ? അടുത്തത് ശ്രീമദ് വെങ്കടനാഥാഖ്യാൻ വേലാങ്കുടി നിവാസിന ജഗദ്ഗുരൂനഹം വന്ദേ സർവതന്ത്ര പ്രവർത്തകാൻ. വെങ്കടനാഥ എന്ന പേരുള്ള ജഗദ്ഗുരു മിക്കവാറും ആ കാലത്തുണ്ടായിരുന്ന മഠാധിപതികളായിരുന്നെങ്കിലായിരിക്കാം. അദ്ദേഹത്തിനെ പ്രണമിക്കുന്നു. വേലാങ്കുടി നിവാസി, വേലാങ്കുടി എന്നൊരു ഗ്രാമം തമിഴ്നാട്ടിലുണ്ട്. അവിടെ വസിക്കുന്ന ശ്രീമദ് വെങ്കടനാഥാഖ്യാൻ വേലാങ്കുടി നിവാസിന ജഗദ്ഗുരൂനഹം വന്ദേ സർവതന്ത്ര പ്രവർത്തകാൻ. തന്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, എല്ലാ ശാസ്ത്രങ്ങളിലും പ്രവർത്തിക്കുന്ന ആ മഹാനുഭാവനെ ഞാൻ നമിക്കുന്നു. ഏന ചിന്താമണൗ ടീക ദശടീകാ വിഭഞ്ജിനി തർക്കചൂടാമണിർനാമ കൃത വിദ്വന്മനോരമ തേന ബോധായ മന്ദാനാം വേദാന്താർത്ഥാവലംബിനി ധർമ്മരാജാധ്വരീന്ദ്രേണ പരിഭാഷ വിതന്യത്തെ. ധർമ്മരാജാധ്വരീന്ദ്രേണ മയ പരിഭാഷ വിതന്യത്തെ. വേദാന്ത പരിഭാഷ എന്നുള്ള ഗ്രന്ഥം ആരംഭിക്കാൻ പോവാണ്. ഇനി ധർമ്മരാജാധ്വരീന്ദ്രൻ എന്ന് പറയുന്ന ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് പറയാണ്. ആദ്യമായിട്ട് ഈ ഗ്രന്ഥങ്ങൾ എഴുതല്ല, നിങ്ങൾക്ക് സംശയം വരണ്ട. ഈ ഗ്രന്ഥം എഴുതാൻ വേണ്ട യോഗ്യത നേടിയതിനു ശേഷമാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. എന്താണ് യോഗ്യത നേടിയിരിക്കുന്നത്? ഏന ചിന്താമണൗ ടീക ദശടീകാ വിഭഞ്ജിനി തർക്കചൂടാമണിർനാമ കൃത. എന്നാൽ മുമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? ദശടീകാ വിഭഞ്ജിനി ചിന്താമണൗ ടീക. ചിന്താമണി എന്ന് പറയുന്ന നവ്യന്യായ ശാസ്ത്രത്തിന്റെ ആരംഭ ഗ്രന്ഥം, ഗംഗേശോപാധ്യായന്റെ ചിന്താമണി എന്ന് പറയുന്ന മണിഗ്രന്ഥം എന്ന് ചുരുക്കത്തിൽ താർക്കികന്മാർ പറയും. അതിന്റെ വ്യാഖ്യാനമായിട്ടാണ് ദീധിതി, ഗാദാധരി മുതലായിട്ടുള്ള നവ്യന്യായ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഒക്കെ മൂലഗ്രന്ഥമാണ് ഈ തത്വചിന്താമണി എന്ന് പറയും. ഈ ചിന്താമണിക്ക് വ്യാഖ്യാനം രചിച്ചവനാണ് ഞാൻ. ആ വ്യാഖ്യാനം എങ്ങനെയുള്ളതാണ്? ദശടീകാ വിഭഞ്ജിനി. ഇതിനു മുമ്പുണ്ടായിരുന്ന 10 വ്യാഖ്യാനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വിശേഷപ്പെട്ട വ്യാഖ്യാനം ഞാൻ രചിച്ചിട്ടുണ്ട്. പണ്ടുള്ളവർക്ക് അങ്ങനെ അവനവനെ പറ്റി ഒരു പ്രശംസ പറയുന്നതിന് അങ്ങനെ ഒരു മടിയൊന്നുമില്ല. വിനയത്തിന്റെ പേരിലൊന്നും മിണ്ടാതിരിക്കുക, അങ്ങനെയല്ല. ചില ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ അവർക്കൊരു വിരോധമൊന്നുമില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗർവത്തിന്റെ ഭാഗമല്ല. 2 രീതിയുണ്ട്. പണ്ടുള്ളവർ മംഗളശ്ലോകങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്താ പറയുക
ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, അങ്ങനെ വിനയം കാണിക്കുന്നവർ ചിലരുണ്ട്. ചിലരങ്ങനെയല്ല, ആർജവത്തോട് കൂടിയിട്ട് ഞാൻ ചില പ്രയത്നങ്ങൾ ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പ്രാമാണ്യത്തെക്കുറിച്ച് ശങ്കിക്കേണ്ട എന്ന് തുറന്നു പറയുന്നവരുണ്ട്. രണ്ട് രീതിയുണ്ട് എന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ചിന്താമണി ഗ്രന്ഥത്തിന് ടീകയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ. തർക്കചൂടാമണി നാമകൃത, തർക്കചൂടാമണി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ഞാൻ എഴുതിയിട്ടുണ്ട്. തേന, അങ്ങനെയുള്ള എന്നാൽ, അങ്ങനെയുള്ള എന്നാൽ, കർമ്മണി പ്രയോഗം പറയുമ്പോൾ അങ്ങനെ വേണ്ട അർത്ഥം പറയാൻ. തേന ബോധായ മന്ദാനാം മന്ദാനാം ബോധായ വേദാന്താർത്ഥാവലംബിനി, വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമേയത്തെ അവലംബിച്ചുകൊണ്ട് ധർമ്മരാജാധ്വരീന്ദ്രേണ പരിഭാഷ വിതന്യതേ ആയി. ഇനി നമുക്ക് നേരിട്ട് ഗ്രന്ഥത്തിലേക്ക് കടക്കാം. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം വളരെ വിസ്തരിച്ച് വ്യാഖ്യാനിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ വേഗം വ്യാഖ്യാനിച്ചാൽ നമുക്ക് അർത്ഥം പറഞ്ഞാൽ തൽക്കാലം അത്രയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതേസമയം വളരെ കൂലങ്കഷമായിട്ട് ഉള്ളിലേക്ക് കടന്ന് വ്യാഖ്യാനിക്കേണ്ടുന്ന ചില ശാസ്ത്രപ്രമേയങ്ങളുണ്ട്. അവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇതൊക്കെ തുടക്കത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളുടെയും, ചിലർ പറയാറുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളുടെയും തുടക്കം എളുപ്പമാണ്, ഒരു ഖണ്ഡികയാണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടില്ല, പിന്നെ എങ്ങോട്ടോ പോയി. തുടക്കം വളരെ എളുപ്പമാണല്ലോ. ഇഹ ഖലു ധർമാർത്ഥ കാമ മോക്ഷാഖ്യേഷു, എല്ലാവർക്കും മനസ്സിലാവും. ചതുർവിധ പുരുഷാർത്ഥേഷു മോക്ഷ ഏവ പരമപുരുഷാർത്ഥ. 4 പുരുഷാർത്ഥങ്ങൾ നമുക്കുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതില് മോക്ഷം തന്നെയാണ് പരമപുരുഷാർത്ഥം. ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പുരുഷാർത്ഥം മോക്ഷം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ മുമ്പിലേക്ക് പോവാം അല്ലേ? എന്തൊക്കെയാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പുരുഷാർത്ഥങ്ങളാണ്. പുരുഷൻ നമ്മളാൽ അർത്ഥിക്കപ്പെടുന്നത്, പുരുഷേണ അർത്ഥ്യതേ ഇത് പുരുഷാർത്ഥ. നമ്മളാൽ അർത്ഥിക്കപ്പെടുന്നത്, ഇതെനിക്ക് വേണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തിനെയോ അതിനെയാണ് പുരുഷാർത്ഥം എന്ന് വിളിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യം സുഖമാണ്. ശരി, സുഖം നേരിട്ട് അങ്ങോട്ട് കിട്ടുന്നതല്ല, സുഖത്തിന് കാരണമായിട്ടുള്ള എന്തൊക്കെയാണോ അതിനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയാണ് നമ്മളുടെ സ്വഭാവം. സുഖം, അതേപോലെ ദുഃഖാഭാവം, ഇത് രണ്ടും വേണം. ദുഃഖം ഉണ്ടാവരുത്, സുഖം ഉണ്ടാവണം. അതിനാവശ്യം എന്തൊക്കെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം. ഇത് 3ആണ് വേണ്ടത്. സാമാന്യ നിലയ്ക്ക് ലോകത്തിന്റെ നടപടി അനുസരിച്ച് ധർമ്മം, അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്പത്ത്. സമ്പത്ത് നേരിട്ട് സുഖം ഉണ്ടാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, സമ്പത്ത് സുഖം തരുന്നതെന്ന് നമ്മൾ ധരിക്കുന്ന വിഷയങ്ങളെ നേടുന്നതിന് ഉപയോഗപ്പെടുന്നുണ്ട് ലോകത്ത്, അല്ലാന്ന് പറയാൻ വയ്യ. അങ്ങനെയല്ലേ? സമ്പത്തില്ലാണ്ട് കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണോ നമ്മൾ സുഖം അനുഭവിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത്, അത്രയും പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. നമ്മളുടെ വാസനയ്ക്കനുസരിച്ച് ഇത് കിട്ടിയാൽ സുഖമാവുമെന്ന് വിചാരിക്കുന്നു. ആ വിഷയത്തിനെ നേടുന്നതിന് ആവശ്യമായിരിക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെയോ ധർമ്മം എന്ന് പറഞ്ഞാലോ, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ നമുക്ക് വേണമെന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം കിട്ടില്ല. സമ്പത്തുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചൂടെ ചോദിച്ചാൽ കിട്ടില്ല. സമ്പത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ വാങ്ങിച്ചു വെക്കാം. വാങ്ങിച്ചു വെച്ചാലും ആ വിഷയം കൊണ്ട് സുഖം അനുഭവിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടോ? പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് കഴിക്കാൻ എന്ത് വേണിച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്കത് അനുഭവിച്ച് സുഖത്തെ അനുഭവിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പുണ്യം കൂടിയും വേണം, ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ ഒരു ഭാഗത്ത് പുണ്യം ആർജിക്കണം, മറ്റൊരു ഭാഗത്ത് അർത്ഥം ആർജിക്കണം. ഗൃഹീതൈവ കേശേഷു മൃത്യുന ധർമ്മമാചരേ എന്നൊരു സുഭാഷിതം കേട്ടില്ലേ? ക്ഷണശഃ കണശശ്ചൈവ വിദ്യാം അർത്ഥഞ്ച സാധയേത് ഗൃഹീതൈവ കേശേഷു മൃത്യുന ധർമ്മമാചരേത്. ഒരു ഭാഗത്ത് നമ്മൾ അജരാമരവത് പ്രാജ്ഞ, അങ്ങനെയാണ്, അജരാമരവത് പ്രാജ്ഞ വിദ്യാം അർത്ഥഞ്ച സാധയേത്. അങ്ങനെ ഒരു പാഠഭേദമുണ്ട്. ഒരാളെ വിദ്യയെയും അർത്ഥത്തെയും ആർജിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് മരണം തന്നെ ഇല്ല എന്ന് തോന്നും. അജരാമരവത്, ജരയും മരണവും ഒന്നും ഇല്ല എന്ന് തോന്നിക്കുന്നത് പോലെ വിദ്യയെയും അർത്ഥത്തെയും ആർജിക്കൂ. അവിടെ കൊണ്ട് ഉപദേശം നിർത്തിയില്ല. ഗൃഹീതൈവ കേശേഷു മൃത്യുന, മൃത്യു തലയിൽ വന്നിട്ട് പിടിച്ചിട്ടുണ്ട്,
എന്ന് തോന്നുന്നത് പോലെ ധർമ്മത്തെ ആചരിക്കൂ. അതായത് നാളെ മരണമാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് തന്നെ ആർജിക്കേണ്ട ധർമ്മത്തെ ആർജിച്ചിരിക്കണം. അപ്പൊ ധർമ്മത്തെ ആർജിക്കുന്നതിൽ വിട്ടുവീഴ്ച ഇല്ലാതെ കൊണ്ട് മറ്റു പുരുഷാർത്ഥങ്ങളെ ആർജിക്കാനുള്ള അധികാരമാണ് നമുക്ക് ലോകത്ത് ധർമ്മശാസ്ത്രങ്ങൾ തന്നിട്ടുള്ളത്. എന്ന നിലയ്ക്ക് നമുക്ക് നേരിട്ട് സുഖത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വിഷയങ്ങളെയാണ് കാമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം. കാമ്യത ഇത് കാമ. കാമഹ എന്ന ശബ്ദത്തിന് ഇച്ഛ എന്ന അർത്ഥം പറയരുത്. 4 പുരുഷാർത്ഥങ്ങളുടെ കൂട്ടത്തിലെ കാമം എന്ന് പറഞ്ഞാൽ ഇച്ഛയല്ല. കാരണം ഇച്ഛ വേണം എന്നൊരാഗ്രഹം നമുക്കുണ്ടോ? അങ്ങനെയില്ല. ഇച്ഛ ന ഇഷ്യത്തെ, ഇച്ഛായ വിഷയ ഇഷ്യത്തെ. ഇച്ഛ വേണം എന്നൊരാഗ്രഹം അങ്ങനെയില്ല. ഇച്ഛിക്കപ്പെടുന്നതാണ് കാമം. എന്ന് വെച്ചാൽ വിഷയങ്ങൾ എന്നർത്ഥം. വസ്തുക്കൾ, ലോകത്ത് നമുക്ക് സുഖം തരുന്നതായിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്തുക്കളെയാണ് കാമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. ആ വസ്തുവിനെ നേടുന്നതിനുള്ള അദൃഷ്ടദ്വാര ഉള്ള ഉപായത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ദൃഷ്ടദ്വാര ഉള്ള ഉപായത്തിനെയാണ് അർത്ഥം എന്ന് പറയുന്നത്. ദൃഷ്ടദ്വാര എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് അറിയാം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കിട്ടും. ധർമ്മം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫലം സിദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല, ഊഹിക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ നേരിട്ട് നമുക്ക് സുഖത്തെ തരുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്ന വസ്തുക്കളെ, വിഷയങ്ങൾ, ആ വിഷയങ്ങളെ കാമ എന്ന് പറയുന്നു. കാമപുരുഷാർത്ഥം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അത് ഇന്ന വിഷയം എന്നില്ല, എന്തുവാവാം. ആ വിഷയത്തെ നേടുന്നതിനാവശ്യമായിരിക്കുന്ന അർത്ഥം, നേരിട്ട് ആ വിഷയത്തെ നേടുന്നതിന് ആവശ്യമായിരിക്കുന്ന ദൃഷ്ടദ്വാര, ഇതാണ് ശാസ്ത്രഭാഷ. ദൃഷ്ടദ്വാര ആ വിഷയത്തെ നമുക്ക് കൈവരിക്കാൻ ഉപയോഗപ്പെടുന്ന സാധനത്തിനെയാണ് അർത്ഥം എന്ന് പറയുന്നത്. അദൃഷ്ടദ്വാര അവിടെ അതിന് ഉപയോഗപ്പെടുന്ന സാധനത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ ധർമ്മം, അർത്ഥം, കാമം ഇവകളെ കൊണ്ട്, ഇതിനെ 3 കൊണ്ടുമാണ് വിഷയസുഖം എന്ന് പറയുന്നത് ലോകത്ത് സിദ്ധിക്കുന്നത്. ഇത് 3 കൂടിയുള്ള ഒരു എന്താ പറയേണ്ടത് വ്യവഹാരമാണ് വ്യാവഹാരിക സുഖം. ലോകത്ത് നമ്മൾ സുഖം എന്ന് പറയുന്നത് സാമാന്യ നിലയ്ക്ക് ഇതാണ്. ഇത്തരം സുഖത്തെ നേടാനുള്ള ഇച്ഛയ്ക്കാണ് എന്താ പറയേണ്ടത്, അങ്ങനെ ഇച്ഛയോടുകൂടി ഇരിക്കുന്നവരെയാണ് സംസാരി എന്ന് പറയുന്നത്. കുറെ കഴിഞ്ഞാൽ ഈ ഇച്ഛ നിവർത്തിച്ച് ഈ ധർമ്മം അർത്ഥം കാമം, ധർമ്മം അർത്ഥം കാമം എന്നുള്ള ഈ ഒരു ചക്രം അതിനെ വിട്ട് കുറച്ചുകൂടി എന്താ പറയുക, സംസാരത്തെ തരണം ചെയ്ത് വിഷയത്തിൽ നിന്ന് വരുന്ന സുഖമല്ലാതെ സ്വരൂപ സുഖത്തെ അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് മുമുക്ഷുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് സ്വരൂപ സുഖം. സുഖം 2 തരത്തിലാണ്: സ്വരൂപ സുഖം, വിഷയസുഖം. വിഷയത്തിന്റെ സംബന്ധത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ തോന്നുന്ന അതിനെയാണ് വിഷയസുഖം എന്ന് പേര് വെച്ചിരിക്കുന്നത്. വിഷയത്തിന്റെ സംബന്ധം ഇല്ലാതെ തന്നെ സ്വയമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സുഖം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ സുഷുപ്തി സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് സുഖം ഉണ്ടാകുന്നത്? എന്ത് വിഷയം കിട്ടിയിട്ടാണ്? ഒന്നിനെയും കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ സുഖമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ട്. ഇതിനാണ് സ്വരൂപ സുഖം എന്ന് പേര്. അപ്പോൾ സ്വരൂപം തന്നെ സുഖസ്വരൂപമാണ്. നമ്മളുടെ സ്വരൂപം സുഖരൂപമാണ്, ആനന്ദരൂപമാണ് എന്നാണ് വേദാന്ത ശാസ്ത്രം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സ്വരൂപ സുഖം ഇടതടവില്ലാതെ അഭിവ്യഞ്ജിക്കുന്ന ഒരവസ്ഥ, അതിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടാത്ത അവസ്ഥ, അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് ഈ ധർമാർത്ഥ കാമങ്ങളിൽ നിന്ന് എന്താ പറയേണ്ടത്, അതിനെ അതുമായി ബന്ധപ്പെട്ട ഈ സാംസാരികമായ അനുഭവങ്ങളിൽ നിന്ന് മേലേക്ക് കയറിയിട്ടുള്ള ഒരവസ്ഥ. അതാണ് സംസാര നിവൃത്തി എന്നൊക്കെ ശബ്ദങ്ങൾ ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിലാണ്. അത്രയായല്ലോ. അതില് നമുക്ക് പരമമായ സ്വാതന്ത്ര്യം എന്ന് മോക്ഷത്തെ പറയാറില്ലേ? എന്താണ് കാരണം? ഈ സ്വരൂപ സുഖത്തെ അനുഭവിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മറ്റൊരാൾക്കും അധീനനല്ല, മറ്റൊരാൾക്കും നിങ്ങൾ അധീനനല്ല. സ്വരൂപ സുഖത്തെ ആർജിക്കാനുള്ള അതിൻ്റെ സുഖത്തിന്റെ ശരിയായ സ്രോതസ്, അതിനെ തുറക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നിനും നിങ്ങൾക്ക് അധീനമാവേണ്ട കാര്യമില്ല. ഇതാണ് പരമമായ സ്വാതന്ത്ര്യം. അതില്ല എന്ന് വയ്ക്കാം. ഒരു വിഷയത്തെ ആശ്രയിച്ചാണ് നിങ്ങൾ സുഖത്തെ ആർജിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാരതന്ത്ര്യം നിർബന്ധമാണ്. അവിടെ നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത നിൽക്കും. കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അധീനത്തിലുള്ളതല്ല. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയാലും ശരി,
ആ വിഷയം എന്ന് പറയുന്നത് അനേകം ആൾക്കാർക്ക് അനേകം ആൾക്കാരുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഒന്നാണ് ഓരോ വിഷയങ്ങളും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഭോഗം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വതന്ത്രന്മാരല്ല. ഈ സമൂഹം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കണം, എല്ലാം വേണം, അല്ലാണ്ട് നടക്കില്ല. അല്ലാണ്ട് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അബദ്ധമാവും. അങ്ങനെയാണ് എല്ലാ വിഷയ സുഖങ്ങളുടെയും സ്ഥിതി അതാണ്. അപ്പൊ നിങ്ങൾ വിഷയസുഖത്തെയാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ സമൂഹം എന്ത് ചിന്തിക്കും എന്ന് ആലോചിക്കാണ്ട് നിങ്ങളൊരു വിഷയസുഖത്തെ അനുഭവിച്ചാൽ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം ഓരോ വിഷയങ്ങളും സമൂഹത്തിന്റെ അനേകം സാമൂഹിക ജീവികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാം. അപ്പോൾ അവയുടെ എല്ലാത്തിൻ്റെയും അനുവാദമില്ലാതെ നമുക്കൊരു വിഷയത്തെ അനുഭവിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ അനുവാദത്തോടു കൂടിയാണോ അനുഭവിക്കുന്നത്, അതിനാണ് ധർമ്മ്യമായ വിഷയാനുഭവം, ധർമ്മത്തിന് അനുകൂലമായ, ധർമ്മത്തിനെ ഉല്ലംഘിക്കാത്ത വിഷയാനുഭവം എന്ന് പേര് വെച്ചിരിക്കുന്നത്. മറ്റെല്ലാം ധർമ്മത്തിനെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള വിഷയാനുഭവമാണ്. അത്തരം വിഷയാനുഭവങ്ങൾ നമുക്ക് ആസ്വാദ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്രമേണ നമ്മൾ അത് ചിരകാലം നിൽക്കില്ല, കുറച്ചു കാലമേ നിൽക്കുള്ളൂ. ക്രമേണ നമ്മൾ അധപ്പതനത്തിലേക്ക് പോയേക്കാം. അപ്പൊ ശാസ്ത്രങ്ങൾ എപ്പോഴും ധർമാവിരുദ്ധ കാമോസ്മി എന്ന ഗീതയിൽ പറയുന്നത് കൊണ്ടാണ്. ധർമ്മം, അർത്ഥകാമങ്ങള് ധർമ്മത്തിന് അധീനമായിട്ട് മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ധർമ്മത്തിന് അവിരുദ്ധമായിരിക്കുന്ന അർത്ഥകാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ലോകവ്യവഹാരം എന്ന് പറയുന്നത്. ഇതിനെ തരണം ചെയ്യുന്ന അവസ്ഥയാണ് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം. നസ പുനരാവർത്തതേ ഇത്യാദി ശ്രുത്യ തസ്യൈവ നിത്യത്വാവഗമാത്. ഈ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ സ്വരൂപസുഖത്തെ, സുഖം സ്വയമേവ പ്രകാശിക്കുന്ന അവസ്ഥയാണ്. അത് നിത്യമാണ്. ആ അവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സംസാരത്തിലേക്ക് ഇറങ്ങി വരേണ്ടുന്ന അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ ശ്രുതികൾ കാണിച്ചു തരുന്നുണ്ട്. നസ പുനരാവർത്തതേ ഇത്യാദി ശ്രുത്യ തസ്യൈവ നിത്യത്വാവഗമാ. ഇതരേഷാം ത്രയാണാം, മറ്റ് മൂന്ന് പുരുഷാർത്ഥങ്ങൾക്കും തദ്യഥാ ഇഹ കർമ്മചിതോ ലോകഃ ക്ഷീയതേ ഏവമേവ അമുത്ര പുണ്യചിതോ ലോകഃ ക്ഷീയതേ ഇത്യാദി ശ്രുത്യാ ച അനിത്യത്വാവഗമാത്. മറ്റ് മൂന്ന് പുരുഷാർത്ഥങ്ങൾ എങ്ങനെയാണ്? അനിത്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അനിത്യങ്ങളാവുന്നത്? അനിത്യങ്ങളാണെന്നുള്ളതിന് എന്താണ് തെളിവ്? തെളിവൊന്നും ആവശ്യമില്ല, നമുക്കറിയാലോ. നമ്മുടെ മുമ്പിൽ കയ്യിൽ കിട്ടിയ പൈസ നശിച്ചു പോകുന്നുണ്ട്, നമുക്കറിയാം. നമ്മൾ ആർജിച്ച വിഷയങ്ങള് നശിച്ചു പോകുന്നുണ്ട്, നമുക്കറിയാം. അപ്പോ എങ്ങനെയാണോ ഇഹ തദ്യഥാ ഇഹ കർമ്മചിതോ ലോകഃ ക്ഷീയതേ. അപ്പൊ എന്ത് വിഷയത്തെ അനുഭവിക്കുമ്പോഴും ഇത് സ്ഥിരമായിട്ട് എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് ബുദ്ധിപൂർവ്വം ഓർത്തുകൊണ്ട് അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുന്നതിനാണ് അസക്ത സുഖമന്നഭൂത്. കാളിദാസൻ പറയുന്നില്ലേ, അസക്തനായിക്കൊണ്ട് സുഖത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇത് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ മതി, സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നു ധരിക്കണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് വിഷയസുഖത്തെ സമീപിക്കുന്ന രീതിയാണത്. തദ്യഥ, എപ്രകാരമാണോ ഇഹ, ഇവിടെ നമ്മുടെ കണ്ണിന്റെ മുമ്പില് കർമ്മചിതോ ലോകഃ, കർമ്മണ ആർജിത കർമ്മചിത ലോകഃ ക്ഷീയതേ. ലോകം എന്ന് പറഞ്ഞ വിഷയങ്ങളും അർത്ഥകാമങ്ങളും ഒക്കെ ക്ഷയിച്ചു പോകുന്നു. ഏവമേവ, സംശയിക്കേണ്ട, ഇതുപോലെ തന്നെ അമുത്ര, നിങ്ങൾ ഏതെങ്കിലും ലോകാന്തരത്തെ കുറിച്ച് സങ്കല്പിക്കുകയാണെങ്കിൽ, പുണ്യലോകങ്ങളെ കുറിച്ചൊക്കെ സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെയും ഉള്ള വിഷയങ്ങൾ ക്ഷയിക്കുക തന്നെ ചെയ്യും. സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വിഷയസുഖം അങ്ങനെ ഒന്നും ഇല്ല. ഇത്യാദി ശ്രുത്യ എന്ന് പറയുന്ന ഇത്തരം ശ്രുതിവാക്യങ്ങളെ കൊണ്ട് അനിത്യത്വാവഗമാ, മൂന്ന് പുരുഷാർത്ഥങ്ങളും അനിത്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മോക്ഷം ഒരേ ഒരു പുരുഷാർത്ഥം മാത്രമാണ് നിത്യമായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ മോക്ഷത്തെ കുറിച്ച് പറഞ്ഞു. ഈ മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥം എങ്ങനെ നേടാം എന്നാണെങ്കിൽ സച ബ്രഹ്മജ്ഞാനാത്, അത് ബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമേ ആ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മ തജ്ഞാനം തത് പ്രമാണഞ്ച സപ്രപഞ്ചം നിരൂപ്യതേ. അതുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥത്തില് എന്താണ് ചെയ്യാൻ ഭാവിക്കുന്നത്? ബ്രഹ്മത്തെക്കുറിച്ചും ആ ബ്രഹ്മവിഷയകമായ ജ്ഞാനത്തെക്കുറിച്ചും ആ ജ്ഞാനം നേടുന്നതിന് വേണ്ട പ്രമാണങ്ങളെക്കുറിച്ചും, ബ്രഹ്മ തജ്ഞാനം തത് പ്രമാണഞ്ച സപ്രപഞ്ചം, സപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സവിസ്തരം നിരൂപ്യതേ. അതില് ഇപ്പോ ഇതൊക്കെ നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, സരളമായിട്ടുള്ള വിഷയങ്ങളാണ്.
ഇനി നേരിട്ട് ശാസ്ത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി ഇങ്ങനത്തെ പ്രഭാഷണങ്ങളൊന്നുമില്ല, നേരിട്ട് നമ്മുടെ സാങ്കേതിക ഭാഷയിലേക്ക് കടക്കാൻ പോവുകയാണ്. തത്ര പ്രമാകരണം പ്രമാണം. പ്രമയ്ക്ക് കരണമായിട്ടുള്ളത് എന്താണോ അതാണ് പ്രമാണം എന്ന് പറഞ്ഞ് പ്രമാണത്തിന്റെ ലക്ഷണം പറഞ്ഞു. പ്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം. ഇനി ഞാൻ ഇങ്ങനെ അവസാനം വരെ ഇരുന്ന് പറയാന്നുള്ളതല്ല. യഥാർത്ഥ ജ്ഞാനത്തിനെയാണ് പ്രമ എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ. യഥാർത്ഥ ജ്ഞാനം എല്ലാം പ്രമയല്ല. ഇപ്പൊ സ്മൃതി എന്ന് പറയുന്ന ഒരു ജ്ഞാനുണ്ട്. സ്മൃതി അറിയില്ലേ? സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? സ്മരണം. സ്മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മിക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ ഓർമ്മ വരുന്നു എന്ന് പറയില്ലേ? ഈ ഓർമ്മിക്കൽ എന്ന് പറയുന്ന, ഓർമ്മ എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അറിവുകൾക്കൊക്കെ ഉള്ള പേരാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെന്തോ അലൗകികമായ ജ്ഞാനം ധരിക്കണ്ട. എല്ലാ അറിവുകൾക്കുള്ള പേരാണ് ജ്ഞാനം. ഇവിടെ വെള്ളം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ജ്ഞാനമാണ്. അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ഓർക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനാണ് പേര് സ്മൃതി. ഈ സ്മൃതി ഒരു യഥാർത്ഥ ജ്ഞാനമാണ്. ശരിയായിട്ടുള്ള എന്താണ് രാവിലെ കഴിച്ചത് അത് യഥാർത്ഥമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല, അങ്ങനെ തന്നെയാണത്, സംശയമില്ല. അപ്പൊ സ്മൃതി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ജ്ഞാനമാണ്, പക്ഷെ പ്രമയല്ല. തർക്കസംഗ്രഹം പഠിച്ചവർക്കറിയാം, തദ്വതി തത്പ്രകാരക അനുഭവ പ്രമ, യഥാർത്ഥാനുഭവ പ്രമ എന്ന് പറയുന്നു. യഥാർത്ഥാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്വതി തത്പ്രകാരക അനുഭവ എന്ന് പറയുന്നുണ്ട്. അതുള്ളയിടത്ത് അതുണ്ട് എന്നിങ്ങനെ അറിയുന്നതിനാണ് എന്നുള്ള പുതിയ അറിവ്, അനുഭവം. അനുഭവവും സ്മൃതിയും വേറെയാണ് അല്ലെ? അനുഭവവും സ്മൃതിയും തമ്മിൽ എന്താ വ്യത്യാസം? അനുഭവം എന്ന് പറയുന്നത് പുതിയ അറിവാണ്. പുതിയ അറിവിനാണ് അനുഭവം എന്ന് പറയാം. സ്മരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് പുതിയ അറിവല്ല. ഇതിപ്പോ പുതുതായിട്ട് അറിയുന്നതല്ല, എനിക്ക് മുമ്പേ അറിയാം. അപ്പൊ നമുക്ക് പ്രമാണങ്ങൾ ആവശ്യമുള്ളത് എന്തിനു വേണ്ടിയാണ്? സ്മൃതിക്ക് വേണ്ടിയല്ല. സ്മൃതി പ്രമാണത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്. നമുക്ക് മുമ്പ് തന്നെ അറിയാം. നമ്മൾ രാവിലെ എന്താണ് കഴിച്ചത്, ഞാൻ ഒരാളോട് ചോദിക്കുന്നു, ഇന്നതാണ് കഴിച്ചത്, ഞാൻ ഒരാൾ ഉത്തരം പറയുന്നു നോക്കിയാ, ഈ ഉത്തരം എങ്ങനെയാണ് പറഞ്ഞത്? രാവിലെ എന്താണ് കഴിച്ചതെന്ന് രാവിലെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു പുതിയ ഒരു അനുഭവമായിരുന്നു. പുതിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ കഴിക്കുന്ന സമയത്ത് അതിന്റെ അനുഭവം ഉണ്ടായി, ശരിയല്ല? ഈ അനുഭവം അത് അപ്പം ഉണ്ടായിരുന്നു, ഇപ്പൊ ആ അനുഭവം ഇല്ല. ആ അനുഭവം നമ്മുടെ സൂക്ഷ്മ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ആ അനുഭവത്തെ സൂക്ഷ്മ രൂപത്തിൽ അങ്ങനെ നിൽക്കുന്നതിന് സംസ്കാരം എന്ന് പേര് പറയും. ഈ സംസ്കാരത്തെ ഉണർത്തിയെടുക്കുന്ന സമയത്താണ് സ്മൃതി എന്ന് പറയാം. അപ്പൊ ഈ സ്മൃതി എന്ന് പറയുന്നത് പുതിയ ഒരു അറിവല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ പ്രമ എന്ന് പറയാറില്ല, പൊതുവെ പറയാറില്ല. അതേസമയം പറയണമെങ്കിൽ പറയാം. രണ്ടു തരത്തിലും രണ്ട് രീതികളാണുള്ളത്. അപ്പൊ സ്മൃതിയെ പ്രമയാണ് എന്ന് പറയുന്ന ഒരു പക്ഷം, അത് പറയാത്ത ഒരു പക്ഷം, ആ രണ്ട് രീതിയിലും നമുക്ക് പ്രമയുടെ ലക്ഷണം പറയണം. അപ്പൊ ഒരു യഥാർത്ഥമായ അനുഭവം പ്രമ. യഥാർത്ഥമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു അനുഭവം, ഒരു ജ്ഞാനം, യഥാർത്ഥമായ അറിവാണ്. നമ്മൾ എപ്പോഴാ പറയാ? ആ അറിവിന്റെ വിഷയം എന്തിനെയാണോ നമ്മൾ അറിയുന്നത്, ആ വിഷയം ശരിയാണെങ്കിൽ. ഇപ്പോ എൻ്റെ മുമ്പിൽ ഒരു കുപ്പി ഇരിക്കുന്നുണ്ട്. ഈ കുപ്പി, ഇതിനെ ഞാൻ ഒരു പുസ്തകമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള അറിവല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ആ അറിവിന്റെ വിഷയം വാസ്തവത്തിൽ പുസ്തകമല്ല. ഇവിടെയുള്ളത് എന്താണ്? കുപ്പിയാണ്. അപ്പോ ഏതൊരു അറിവിന്റെ വിഷയം ബാധിക്കുന്നില്ലയോ ആ അറിവ് യഥാർത്ഥമായ അറിവാണ്. അപ്പോ അബാധിതാർത്ഥ വിഷയക ജ്ഞാനം പ്രമ. ഈ ലക്ഷണം കിട്ടിയോ? പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. അബാധിതാർത്ഥ വിഷയക ജ്ഞാനം പ്രമ. ഏതൊരു ജ്ഞാനത്തിന്റെ വിഷയം, ജ്ഞാനം വിഷയം എന്ന് പറഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവില്ലേ? ജ്ഞാനം വിഷയം, വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ്. ജ്ഞാനം എന്ന് പറഞ്ഞാലോ അതിനെക്കുറിച്ചുള്ള അറിവ്. ഇത് ഒരു കുപ്പിയാണ്, ഈ കുപ്പിയിലെ ജലമാണ്, ഇതൊരു അറിവാണ്. ആ അറിവിന്റെ വിഷയമാണ് കുപ്പി, ജലം. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുപ്പിയെ കുറിച്ചുള്ള ഒരു പ്രകാശം. ഇതിനാണ് അറിവ് എന്ന് പറയുക. പ്രകാശം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പ്രകാശി, ഈ ജ്ഞാനത്തിന് സ്വപ്രകാശ ആത്മാ എന്നൊക്കെ വാക്ക് പറയും.
ജ്ഞാനത്തിനെ പ്രകാശം എന്ന് നമ്മളൊരു വാക്കുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. ഈ വാക്ക് എന്തർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യവഹരിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള എന്തോ ഒന്ന്, അതാണ് വസ്തുപ്രകാശ എന്ന് പറയും. വസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അറിവ് എന്ന് പറയുന്ന വസ്തു എന്താണ്? ഇതിലെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയണം എന്ന് വെക്കാം, അതിനെക്കുറിച്ച് അറിയണം, അറിയാണ്ട് പറയാൻ വയ്യ. അപ്പോൾ ഇതിനകത്ത് ജലമാണ് എന്നിങ്ങനെ എനിക്ക് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എനിക്ക് എന്തൊന്നും ഉണ്ടാവണമോ അതിനാണ് ജ്ഞാനം എന്ന് പറയാം. ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് വ്യവഹരിക്കാൻ പറ്റൂ. അപ്പൊ അറിവിന് വ്യവഹാരത്തിന് കാരണമായിരിക്കുന്ന വസ്തുപ്രകാശം, അതിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ആ അറിവിന്റെ വിഷയം, ഏതൊരു അറിവിന്റെ വിഷയം ബാധിതമല്ലയോ ആ അറിവിനെ നമുക്ക് പുതുതായിട്ടുണ്ടാകുന്ന അറിവാണെങ്കിൽ അതിനെ നമുക്ക് പ്രമ എന്ന് വിളിക്കാം. അപ്പോ സ്മൃതിയും പ്രമ എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അങ്ങനെ പറയാം, വിരോധമില്ല. ഇനി സ്മൃതി പ്രമയല്ല എന്ന് പറയണം ഉദ്ദേശിക്കണമെങ്കിൽ ഇത് വേണം. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്മൃതൗ അതിവ്യാപ്തിവാരണായ കിഞ്ചിത് തത്ര ദളം നിവേശനീയം. സ്മൃതിക്കും അനുഭവത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ പറഞ്ഞേ? ഇപ്പൊ സ്മൃതിയെ മാറ്റി നിർത്തണം എന്ന് വെക്കാം. സ്മൃതിയെ മാറ്റി നിർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഒരു വിശേഷണം അവിടെ ചേർക്കണം. അതെങ്ങനെയാണ് ആ വിശേഷണം ചേർക്കുക? ആ വിശേഷണം ചേർക്കാൻ സ്മൃതിയും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിക്കണം. സ്മൃതിയും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അനുഭവം എന്ന് പറയുന്നത് പുതിയ ഒരു അറിവാണ്. സ്മൃതി എന്ന് പറയുന്നത് പുതിയ അറിവല്ല, പഴയ അറിവിനെ നമ്മൾ പുറത്തെടുക്കുന്നതാണ് സ്മൃതി. അല്ല, അങ്ങനെയല്ലേ? അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് അതിനെ സമീപിക്കുക? സ്മൃതിയുടെ വിഷയം മുമ്പ് അറിഞ്ഞതാണ്. അനുഭവത്തിന്റെ വിഷയം മുമ്പ് അറിഞ്ഞതല്ല. പുതുതായിട്ട് നമ്മൾ ഒന്നിനെ അറിയുമ്പോൾ ആ അനുഭവത്തിന്റെ വിഷയം എന്താണോ അതെന്താണ്? അറിഞ്ഞതല്ല. അതുകൊണ്ടാണല്ലോ ആ അനുഭവത്തെ നമ്മൾ പുതിയ അനുഭവം എന്ന് പറയുന്നത്. പുതിയ ഒരു ജ്ഞാനത്തിനെയാണല്ലോ നമ്മൾ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അനുഭവത്തിന്റെ വിഷയം മുമ്പ് അറിഞ്ഞതല്ല. സ്മൃതിയുടെ വിഷയം എങ്ങനെയാണ്? മുമ്പ് അറിഞ്ഞതാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ്, ഞാൻ പറയുന്നത് കേട്ടിരുന്നാൽ പോരാ, നിങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുറച്ച് അടുത്തേക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, വിരോധമില്ല. എനിക്ക് വൺ സൈഡ് അത് ശീലമില്ല. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഔട്ട്പുട്ട് കിട്ടണം. അങ്ങനെ അപ്പോഴേ നിങ്ങൾക്ക് അത് ശരിയാവുള്ളൂ, വേഗം മുന്നോട്ട് പോകും. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയില്ല, മനസ്സിലായിട്ടില്ലേ എന്നറിയില്ല, നിങ്ങളുടെ മുഖത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എങ്കിൽ ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ മനസ്സിലായി എന്നുള്ളതിനുള്ള ഒരു ചിഹ്നം എനിക്ക് കിട്ടണം. അപ്പോഴാണ് വേഗം മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ സ്മൃതിയുടെ വിഷയം എങ്ങനെയുള്ളതായിരിക്കണം? സ്മൃതിയുടെ വിഷയത്തിനും അനുഭവത്തിന്റെ വിഷയത്തിനും എന്നുള്ള വ്യത്യാസം എന്താണ്? സ്മൃതിയുടെ വിഷയം മുമ്പ് അറിഞ്ഞതാണ്, മുമ്പ് നിങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള വിഷയമാണ്. മുമ്പ് ഗ്രഹിച്ച വിഷയത്തിനെയാണ് വീണ്ടും ഓർത്തെടുക്കുമ്പോഴാണല്ലോ സ്മൃതി എന്ന് പറയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ലക്ഷണം ഉണ്ടാക്കണം. ഇപ്പോ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രമയുടെ ലക്ഷണം നമുക്ക് തയ്യാറാക്കണം. എങ്ങനെയാണ് ലക്ഷണം തയ്യാറാക്കുക? അനധിഗത അബാധിതാർത്ഥ വിഷയക ജ്ഞാനം പ്രമ. അനധിഗത അബാധിത അർത്ഥ വിഷയക ജ്ഞാനം പ്രമ. എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുക? അനധിഗതവും അബാധിതവുമായിരിക്കുന്ന അർത്ഥത്തെ വിഷയമാക്കുന്ന ജ്ഞാനമാണ് പ്രമ. അനധിഗതവും അബാധിതവുമായിരിക്കുന്ന അർത്ഥത്തിന്റെ വിശേഷണമാണ്. അർത്ഥം എന്ന് പറഞ്ഞ വിഷയം തന്നെയുള്ളൂ. ജ്ഞാനത്തിന്റെ വിഷയമായിട്ടുള്ള എന്തൊന്നുണ്ടോ അത് അനധിഗതമാണ്, അനധിഗതമായി ആയിരിക്കണം. അനധിഗതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധിഗതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ മുമ്പ് അറിയപ്പെടാത്തതും മറ്റൊരു പ്രമാണത്താൽ ബാധിക്കാത്തതുമായിരിക്കുന്ന വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. ശരിയല്ലേ? മുമ്പ് അറിയപ്പെടാത്തതും മറ്റൊരു ജ്ഞാനത്താൽ ബാധിക്കപ്പെടാത്തതുമായിരിക്കുന്ന വിഷയം, അങ്ങനത്തെയുള്ള വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് പ്രമ എന്ന് നമുക്ക് പറയാം. ഒരു ഭ്രമമാണെന്ന് വെക്കാം. ഒരു ഭ്രമം എങ്ങനെയാണ്? ഭ്രമത്തിന്റെ വിഷയം ബാധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന് ഭ്രമം എന്ന് പറയുന്നത്.
കയറില് പാമ്പായിട്ട് തോന്നുന്നത് ഭ്രമമാണ്. കയറിനെ പാമ്പായിട്ട് തോന്നുന്നത് ഭ്രമമാണ്. ആ ഭ്രമത്തിന്റെ വിഷയം എന്താണ്? സർപ്പ. കയറിനെ കണ്ടിട്ട് ഉണ്ടാവുന്ന ജ്ഞാനം എന്താണ്? ഭ്രമം എങ്ങനെയാണ് ഉണ്ടാവുന്ന? ഭ്രമത്തിന്റെ സ്വരൂപം എന്താണ്? അയം സർപ്പ, ഇത് ഒരു സർപ്പമാണ്, ഇത് പാമ്പാണ് എന്നാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. പക്ഷെ ഈ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനാണോ? അല്ല. എന്തുകൊണ്ടല്ല? ഈ ലക്ഷണപ്രകാരം എങ്ങനെയാണ് അല്ല എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് ലക്ഷണം എഴുതിയത്? അനധികത അബാധിത അർത്ഥ വിഷയക ജ്ഞാനം. ബാധിതാർത്ഥ വിഷയക ജ്ഞാനമാണത് അല്ലെ? കയറിൽ പാമ്പിനെ കാണുമ്പോൾ അതിന്റെ ആ അറിവിന്റെ വിഷയം എന്താണ്? പാമ്പ്. അത് ബാധിക്കപ്പെടുന്നതാണ്. കാരണം കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ ബാധിക്കപ്പെടുന്ന ഒരു വിഷയത്തെ വിഷയമാക്കുന്ന ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ്. ഉൾക്കൊള്ളുക എന്നൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണ് ഞാൻ. അങ്ങനെയൊന്നുമല്ല അത് പറയേണ്ടത്. ഇതിന്റെ ശാസ്ത്രീയമായ ഭാഷ വേറെയാണ്. ഞാൻ പുറത്തെടുക്കേണ്ട വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാധിതമായ ഒരു വിഷയത്തെ ഉൾക്കൊള്ളുന്ന സാമാന്യ ഭാഷ, ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് ഭ്രമം. അബാധിതമായ വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് പ്രമ. ശരിയായില്ലേ? അബാധിതമായ വിഷയത്തെ ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അനധികതവും അബാധിതവുമായ വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് പ്രമ. സ്മൃതി പ്രമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്തുകൊണ്ടാണ്? സ്മൃതിയുടെ വിഷയം അനധികതമല്ല, അധികതമാണ്. എന്ന് പറഞ്ഞാലോ, എന്തിനെയാണോ നമ്മൾ സ്മരിക്കുന്നത് അത് മുമ്പ് അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികതമായ വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് സ്മൃതി. അതുകൊണ്ടത് പ്രമയല്ല. പുതിയ അനുഭവങ്ങളാകട്ടെ അങ്ങനെയല്ല, അനധികതമായ വിഷയത്തെ ഉൾക്കൊള്ളുന്ന അറിവുകളാണ്. അതുകൊണ്ട് അത് പ്രമയാണ്. അങ്ങനെ നമ്മൾ പ്രമാലക്ഷണത്തെ പറഞ്ഞു വെച്ചു. അതിൽ രണ്ട് പക്ഷക്കാരുണ്ട്. സ്മൃതിയും പ്രമയാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. അപ്പൊ അവരെങ്ങനെയാ ലക്ഷണം പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, അനധികതം എന്നുള്ള ദളം ഒഴിവാക്കിയാൽ മതി. അനധികതം എന്നുള്ള വിശേഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ലക്ഷണം സ്മൃതിക്കും ചേരും അനുഭവത്തിനും ചേരും. അപ്പൊ സ്മൃതിക്കും അനുഭവത്തിനും രണ്ടിനും ചേരുന്ന തരത്തിലുള്ള ഒരു പ്രമാലക്ഷണം, സ്മൃതിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രമാലക്ഷണത്തെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ആചാര്യൻ. അതാണ് വായിക്കാം. തത്ര സ്മൃതി വ്യാവൃത്തം പ്രമാത്വം അനധികതാബാധിതാർത്ഥ വിഷയക ജ്ഞാനത്വം സ്മൃതി സാധാരണം തു അബാധിതാർത്ഥ വിഷയക ജ്ഞാനത്വം. കഴിഞ്ഞു. സ്മൃതിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രമാലക്ഷണമാണ്. അതായത് സ്മൃതി പ്രമേയല്ല എന്നുള്ള പക്ഷത്തിൽ പറയേണ്ടുന്ന പ്രമാലക്ഷണമാണ് അനധികത അബാധിതാർത്ഥ വിഷയക ജ്ഞാനത്വം പ്രമാത്വം. സ്മൃതി സാധാരണം എന്ന് പറഞ്ഞാലോ, സ്മൃതിയും പ്രമയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പറയേണ്ടുന്ന പ്രമാലക്ഷണമാണ് അബാധിതാർത്ഥ വിഷയക ജ്ഞാനത്വം എന്ന്. ഇപ്പൊ ഒരു ചോദ്യം വരികയാണ്. നനു നനു എന്നുള്ള എഴുതിയിട്ടില്ല, ഞാൻ സ്വയം വായിച്ചതാണ്. നീരൂപസ്യാപി കാലസ്യ ഇന്ദ്രിയവേദ്യത്വാഭ്യുപഗമേന ധാരാവാഹിക ബുദ്ധേരപി പൂർവപൂർവജ്ഞാന അഭിഷയ തത്തക്ഷണ വിശേഷ വിഷയകത്വേന തത്രാവ്യാപ്തി. ഇതൊക്കെ എങ്ങനെയാ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ വ്യാഖ്യാനിക്കേണ്ടെന്ന് അറിയില്ല. എങ്കിലും പരമാവധി സരളമായിട്ട് പറയാം. നിങ്ങൾ ഈ ഒന്ന് മനസ്സിലാക്കൂ, പുസ്തകത്തിലത്തെ വരികളെ വ്യാഖ്യാനിച്ച് അർത്ഥം പറയുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലേശം. ഞാനിങ്ങനെ അത് കാഷ്വലി പറയുകയാണെന്ന് വെച്ചാൽ അത്ര വിഷമില്ല. നിങ്ങൾക്ക് ഞാൻ ഇത്തരം സാമാന്യ സഭകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അനുഭവം, എൻ്റെ ഒരു പൂർവാനുഭവം എങ്ങനെയാ ചോദിച്ചാൽ, പങ്ക്തിയിൽ നിന്ന് അർത്ഥം വ്യാഖ്യാനിക്കാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. കാര്യം ഇങ്ങനെ പറഞ്ഞു പോവാച്ചാൽ അത്ര വലിയ വിഷമില്ല. അപ്പോൾ പങ്ക്തിയുടെ അർത്ഥം പങ്ക്തി വ്യാഖ്യാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യം പറഞ്ഞു പോവാം, എന്നാ വലിയ വിഷമില്ല. അനധികത അബാധിത അർത്ഥ വിഷയക ജ്ഞാനം പ്രമ എന്ന് പറഞ്ഞില്ലേ? ഇവിടെ അനധികത എന്നുള്ള വാക്ക് എന്തിനു വേണ്ടിയാ ചേർത്തത്? സ്മൃതിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഈ ലക്ഷണം കൊണ്ട് ഉദ്ദേശിച്ചത്? ഏതൊരു ജ്ഞാനത്തിന്റെ വിഷയം അധികതമാണോ അത് പ്രമയല്ല. അതായത് പുതിയ അറിവിനെയാണ് പ്രമ എന്ന് പറയുന്നത്, പഴയ അറിവിനെ പ്രമ എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഉടനെ ഒരു ചോദ്യം വരും. ഒരു അനേകം ജ്ഞാനങ്ങൾ തുടർച്ചയായിട്ട് വരിക നിൽക്കുക. അതായത് ഒരു പുസ്തകത്തിനെ കണ്ടിട്ട് ഇതം പുസ്തകം ഇതം പുസ്തകം ഇതം പുസ്തകം കണ്ടുകൊണ്ടേയിരിക്കാന്ന് വെച്ചോളൂ. അപ്പോ ഒരേ പുസ്തകത്തെ തന്നെ തുടർച്ചയായിട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെ വരാലോ. അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിനെ തന്നെ നോക്കിയിട്ട് കുറച്ചു നേരം ഇരിക്കൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കൊരു ജ്ഞാനം വരുന്നുണ്ട്. എന്താണ് ജ്ഞാനം? ഇതം പുസ്തകം
ഇതം പുസ്തകം ജ്ഞാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് അനേകം ജ്ഞാനങ്ങളാണ്. ഒരു ജ്ഞാനം രണ്ട് ക്ഷണമേ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പുതിയ ജ്ഞാനം വന്നു. പക്ഷെ വിഷയം എന്താണ്? അതേ വസ്തു തന്നെയാണ്. ഒരേ വിഷയത്തെ ഉൾക്കൊള്ളുന്ന അനേകം ജ്ഞാനങ്ങൾ അടുപ്പിച്ചു വരിക നിൽക്കുക. അത്തരം ജ്ഞാനത്തിന്റെ പേരാണ് ധാരാവാഹിക ജ്ഞാനം എന്ന്. ഈ ധാരാവാഹിക ജ്ഞാനത്തില് ശ്രദ്ധിക്കണം, ധാരാവാഹിക ജ്ഞാനത്തില് ഒന്നാമത്തെ ജ്ഞാനം, രണ്ടാമത്തെ ഒരു 10 ജ്ഞാനങ്ങൾ അങ്ങനെ കണക്കാക്കും. ഒരേ വിഷയത്തെ ഉൾക്കൊള്ളുന്ന ഒരു 10 ജ്ഞാനം ക്രമത്തിലുണ്ടായി എന്ന് വെക്കുക. ഇപ്പൊ ഇതില് ഒന്നാമത്തെ ജ്ഞാനത്തിന്റെ വിഷയം എന്തായിരുന്നു? പുസ്തകം. രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ വിഷയം എന്താണ്? പുസ്തകം. മൂന്നാമത്തെ ജ്ഞാനത്തിന്റെ വിഷയം എന്താണ്? അത് തന്നെ. അപ്പൊ വിഷയം മാറുന്നില്ല, ജ്ഞാനം മാറി. ഇപ്പൊ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ജ്ഞാനം അത് പ്രമേയാണോ അല്ലയോ? അത് യഥാർത്ഥ ജ്ഞാനം പ്രമേയാണെന്ന് പറയണ്ടേ? അത് ഭ്രമാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ വയ്യ. അത് പ്രമ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ലക്ഷണം പറയുകയാണെങ്കിൽ ഒരേ വിഷയത്തിനെ തന്നെയാണ് രണ്ടാമത്തെ ക്ഷണത്തിൽ നമ്മൾ അറിയുന്നത്. അപ്പോ അതൊരു പുതിയ ജ്ഞാനമാണെന്ന് പറയാൻ വയ്യ. അതിന്റെ വിഷയം അത് തന്നെയല്ലേ? മുമ്പ് കണ്ട പുസ്തകം, അതേ പുസ്തകം തന്നെയാണ് രണ്ടാമത്തെ ക്ഷണത്തിലും ഞാൻ അറിയുന്നത്. അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ക്ഷണത്തിലുള്ള ജ്ഞാനം പ്രമേയാണെന്ന് എങ്ങനെയാ പറയാ എന്നാണ് ചോദ്യം. അപ്പൊ രണ്ടാമത്തെ ക്ഷണത്തിലുള്ള ജ്ഞാനത്തിന് പുതിയ വിഷയം എന്തെങ്കിലും ഉണ്ടോ? പുസ്തകം അത് തന്നെയാണ്. പക്ഷെ പുതുതായിട്ട് എന്തെങ്കിലും വിഷയത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അപ്പോൾ ആചാര്യൻ പറയാണ് രണ്ടാമത്തെ ജ്ഞാനവും പ്രമേയാണെന്ന് നമുക്ക് തെളിയിക്കാം. എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ക്ഷണത്തിൽ നിങ്ങൾ ആ പുസ്തകത്തെ അറിയുന്നത് രണ്ടാമത്തെ ക്ഷണത്തിൽ ഉള്ളതായിട്ടല്ലേ അറിയുന്നത്? ഒന്നാമത്തെ ക്ഷണത്തിൽ പുസ്തകത്തെ അറിയുന്ന സമയത്ത് എങ്ങനെയാണ്? ഇപ്പൊ പുസ്തകമുണ്ട്. രണ്ടാമത്തെ ക്ഷണത്തില് ഇപ്പൊ പുസ്തകമുണ്ട്. മൂന്നാമത്തെ ക്ഷണത്തില് ഇപ്പൊ പുസ്തകമുണ്ട്. ആ ഇപ്പോ എന്ന് പറയുന്നത് എന്താണ്? കാലം. ഒന്നാമത്തെ ക്ഷണത്തിൽ നിങ്ങൾ പുസ്തകത്തെ അറിയുമ്പോൾ ഒന്നാമത്തെ ക്ഷണത്തിൽ ഉള്ളതായിട്ടാണ് പുസ്തകത്തെ അറിയുന്നത്. രണ്ടാമത്തെ ക്ഷണത്തിൽ പുസ്തകത്തെ അറിയുമ്പോൾ രണ്ടാമത്തെ ക്ഷണത്തിൽ ഉള്ളതായിട്ടാണ് പുസ്തകത്തെ അറിയുന്നത്. അപ്പൊ പുസ്തകം അത് തന്നെയാണെങ്കിലും ക്ഷണം മാറിയില്ലേ? കാലം മാറി വരുന്നുണ്ട്. അപ്പോ ഒന്നാമത്തിലുള്ള ക്ഷണത്തിലുള്ള അറിവും രണ്ടാമത്തെ ക്ഷണത്തിലുള്ള അറിവും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. പുസ്തകം അത് തന്നെയാണെങ്കിലും കാലം പുതിയ കാലത്തെ വിഷയമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പുസ്തകം അവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്ന് പറയുന്നത് ഈ കാലം. അപ്പോ പുതിയ കാലത്തെ അത് വിഷയമാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ഷണത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഉണ്ടാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുവെങ്കിൽ അത് ആ പുതിയ കാലത്തെ വിഷയമാക്കുന്നുണ്ട്. അപ്പോ അതിന് നമുക്ക് പ്രമ എന്ന് പറയാം. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു വിഷയത്തിൽ ചേർന്നു ഇല്ലേ? പുസ്തകം അത് പഴയത് തന്നെയാണെങ്കിലും അതില് പുതുതായിട്ട് നമ്മൾ അറിയപ്പെടുന്ന കാലം അത് പഴയതല്ല, പുതിയ കാലമാണ്. അതുകൊണ്ട് കാലത്തെ വിഷയമാക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ അറിവ് പ്രമേയാണ് എന്ന് പറയാൻ പറ്റും. മൂന്നാമത്തെ അറിവും പ്രമേയാണ്. എങ്ങനെയാണ്? മൂന്നാമത്തെ ക്ഷണത്തെ വിഷയമാക്കുന്നുണ്ട്. നാലാമത്തെ ജ്ഞാനവും പ്രമേയാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോക്കൂ, ഇന്നലെ നമ്മൾ ഒരു വസ്തുവിനെ കണ്ടു. അതേ വസ്തുവിനെ ഇന്ന് നമ്മൾ കാണുന്ന സമയത്ത് അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെന്ന് വെക്കുക, സ്മൃതിയല്ല, ഓർത്തെടുക്കല്ല, കണ്ണുകൊണ്ട് വീണ്ടും കാണുന്ന സമയത്ത് ഈ ജ്ഞാനം പുതിയ ജ്ഞാനമാണോ ചോദിച്ചാൽ പുതിയ ജ്ഞാനമല്ല, അതേ വസ്തുവിനെ തന്നെയല്ലേ കാണുന്നത്. പിന്നെ എങ്ങനെയാ അത് പ്രമേയാവുക ചോദിച്ചാൽ ഉത്തരം ഇത് തന്നെയാണ്. എന്താണ് ഉത്തരം? ആ വസ്തു അത് തന്നെയാണെങ്കിലും കാലം വേറെയാണ്. ഇന്നലെ ഞാൻ ആ വസ്തുവിനെ കണ്ടത് ഇന്നലെ ഉള്ളതായിട്ടാണ്, ഇന്ന് ഞാൻ അതിനെ കാണുന്നത് ഇന്നുള്ളതായിട്ടാണ്. അപ്പൊ ഇന്നലെ എന്നുള്ളതും ഇന്ന് എന്നുള്ളതും രണ്ട് കാലങ്ങളാണ്. അതുകൊണ്ട് പുതിയ ഒരു കാലത്തെ വിഷയമാക്കുന്നത് കൊണ്ട് രണ്ടാമതുള്ള ജ്ഞാനവും യഥാർത്ഥ ജ്ഞാനം തന്നെയാണ് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഉടനെ അതിന്റെ മുകളിൽ ഒരു പൂർവപക്ഷി ചോദിക്കും. പൂർവപക്ഷി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചോദ്യം ചോദിക്കുന്ന ആളാണ് പൂർവപക്ഷി. ഈ കാലത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ ചോദിക്കും. കാലത്തെ അറിയുന്നത് കൊണ്ട്, പുതിയ കാലത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ആ ജ്ഞാനത്തെ പുതിയ ജ്ഞാനമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചത്. ഈ കാലത്തെ കണ്ണുകൊണ്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? കണ്ണുകൊണ്ട് കാലത്തെ കാണാൻ കഴിയുക എന്നർത്ഥം. കണ്ണുകൊണ്ട് പുസ്തകത്തെ കാണാൻ കഴിയും, കാലത്തെ കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ലേ? കാണാൻ കഴിയും എന്നൊരു പക്ഷം, കഴിയില്ല എന്നൊരു പക്ഷം. നൈയായികന്മാരുടെ സംബന്ധിച്ചിടത്തോളം അവർ കഴിയില്ല എന്ന് പറയും. എന്താ കാരണം? രൂപമില്ല, കാലത്തിന് കളറില്ല.
വസ്തുക്കൾക്ക് കളർ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണുകൊണ്ട് കാണാൻ കഴിയുള്ളൂ. വർണ്ണങ്ങളില്ലാത്ത വസ്തുക്കളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കാലത്തിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നാണ് നൈയായികന്മാർ പറയാ. പക്ഷെ മീമാംസകന്മാർ അങ്ങനെയല്ല പറയാ. മീമാംസകന്മാർ പറയുന്നത് കാലത്തെയും കണ്ണുകൊണ്ട് കാണാൻ കഴിയും. കണ്ണുകൊണ്ടെന്ന് മാത്രമല്ല, എല്ലാ ഇന്ദ്രിയം കൊണ്ടും. ഏത് ഇന്ദ്രിയം കൊണ്ട് എന്ത് വിഷയത്തെ ഗ്രഹിക്കുന്നുവോ അത് ആ വിഷയം ഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആ വിഷയം നിലനിൽക്കുന്ന കാലത്തെയും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മീമാംസകന്മാരുടെ മതം. എന്താ അവരങ്ങനെ പറയാൻ കാരണം? ഇല്ല എങ്കിൽ നമ്മളിപ്പോ നോക്കൂ, ഒരു വസ്തുവിനെ കാണുന്നു. കണ്ട ഉടനെ, കണ്ടതിന് ശേഷം നമുക്ക് സംശയം വരുന്നുണ്ട്, ഇത് ഇപ്പോഴാണോ കണ്ടത് വേറെ എപ്പോഴെങ്കിലും ആണോ കണ്ടതെന്ന് സംശയം വരുന്നുണ്ടോ? ഇപ്പൊ ഈ പുസ്തകത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ട ഉടനെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് കണ്ടേ? ഇപ്പോ. സംശയം ഉണ്ടോ? സംശയം വരുന്നില്ല. അപ്പൊ ഇപ്പോ എന്നുള്ള അറിവ് എവിടുന്നുണ്ടായി? ഇപ്പോഴാണ് ഞാൻ പുസ്തകത്തെ കണ്ടത്. പുസ്തകത്തെ മാത്രമേ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുള്ളൂ, കാലത്തെ കണ്ടിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ആ കാലത്തെക്കുറിച്ച് സന്ദേഹം വരേണ്ടിയിരുന്നതായിരുന്നല്ലോ. പക്ഷെ വരുന്നില്ല. യാതൊരു സംശയമില്ല, ഇപ്പോഴാണ് കണ്ടത്. കണ്ടത് മാത്രമല്ല, കേട്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ഇപ്പോഴാണോ കേൾക്കുന്നത് വേറെ എപ്പോഴെങ്കിലും ആണോ സംശയം വരുന്നുണ്ടോ? സംശയം വരുന്നില്ലല്ലോ. അപ്പോ കേൾക്കുന്ന സമയത്ത് ശബ്ദത്തെ മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നത്, ആ ശബ്ദം നിലനിൽക്കുന്ന കാലത്തെയും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ എടുത്തോളൂ. 5 ഇന്ദ്രിയങ്ങളും ഉണ്ടാകുന്ന ജ്ഞാനം ആ വിഷയത്തെ മാത്രമല്ല ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നത്, വിഷയം മാത്രമല്ല ഗ്രഹിക്കപ്പെടുന്നത്, ആ വിഷയം നിലനിൽക്കുന്ന കാലവും ഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് മീമാംസകന്മാർ എന്ത് തീരുമാനമെടുത്തു? കാലത്തിന് രൂപമുണ്ടോ, കളറുണ്ടോ, വർണ്ണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണ്ട. ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, കാലത്തെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അംഗീകരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന് അത് അനുകൂലമല്ല. അതുകൊണ്ട് ഏത് വസ്തുവിനെ നിങ്ങൾ എപ്പോ കാണുന്നുവോ, കേൾക്കുന്നുവോ, രുചിക്കുന്നുവോ, മണക്കുന്നുവോ, ആ സമയത്ത് ആ വസ്തുവിനെ മാത്രമല്ല നിങ്ങൾ അതിന്റെ ഗന്ധത്തെയോ ശബ്ദത്തെയോ രൂപത്തെയോ മാത്രമല്ല ഗ്രഹിക്കുന്നത്, മറിച്ച് ആ വസ്തു അപ്പോൾ നിലനിൽക്കുന്ന കാലത്തെയും നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് എന്ന് അംഗീകരിച്ചേ മതിയാവൂ എന്നൊരു തീരുമാനം മീമാംസകന്മാര് സ്വീകരിച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ആ മീമാംസകന്മാരെ അങ്ങോട്ട് കൂട്ടുപിടിക്കാം. മീമാംസകന്മാരെ അങ്ങനെ സ്വീകരിച്ചല്ലോ. അവരെ ഇപ്പൊ അവരാണ് സുഹൃത്തുക്കൾ. നൈയായികന്മാര് സ്വീകരിക്കില്ലെങ്കിൽ വേണ്ട, അവരെ മാറ്റി നിർത്തുക. മീമാംസകന്മാർ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്കും അംഗീകരിക്കാം. അപ്പൊ എന്ത് വന്നു? ഇപ്പൊ നമുക്ക് ഇതൊക്കെ എന്തിനാ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വസ്തുവിനെയും നിങ്ങൾ കാണുമ്പോൾ ആ വസ്തുവിനെ മാത്രമല്ല കാണുന്നത്, ആ വസ്തു നിലനിൽക്കുന്ന കാലത്തെ കൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ വസ്തുവിനെയും നമ്മൾ കാണുമ്പോൾ വസ്തു അത് തന്നെയാണെങ്കിലും അതൊരു പുതിയ അറിവാണ്, നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? കാലം മാറി. അതേ വസ്തുവിനെ തന്നെ നമ്മൾ മുമ്പ് കണ്ട്, വസ്തു അത് തന്നെയാണ്, വസ്തുവിന് ഒരു മാറ്റവും വന്നില്ല എന്ന് വെക്കുക, എങ്കിലും ആ അറിവ് ഒരു പുതിയ അറിവാണ്. എന്തുകൊണ്ട്? പുതിയ ഒരു വിഷയത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ട്. ഏതാണ് പുതിയ വിഷയം? കാലം. അതുകൊണ്ട് ഇതാണ് പറഞ്ഞു വെച്ചത്. ഈ വരി, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആശയം നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. നീരൂപസ്യാപി കാലസ്യ ഇന്ദ്രിയവേദ്യത്വാഭ്യുപഗമേന. കാലം രൂപമില്ലാത്തതാണെങ്കിലും അത് ഇന്ദ്രിയം കൊണ്ട് അറിയാൻ പറ്റുന്നതാണ് എന്ന് സ്വീകരിക്കേണ്ടത് കൊണ്ട്, അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ധാരാവാഹിക ബുദ്ധേരപി, ധാരാവാഹിക ബുദ്ധി ആവട്ടെ, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരേ വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനങ്ങളാവട്ടെ ആണെങ്കിൽ പോലും പൂർവപൂർവജ്ഞാന അവിഷയ തത്തക്ഷണ വിശേഷ വിഷയകത്വേന, മുമ്പുണ്ടായ ജ്ഞാനങ്ങൾക്ക് വിഷയമല്ലാത്ത പുതിയ പുതിയ ക്ഷണങ്ങളെ വിഷയമാക്കുന്ന അറിവുകളായതുകൊണ്ട് ഉത്തരജ്ഞാനേഷു ന അവ്യാപ്തി. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ജ്ഞാനങ്ങളിൽ പ്രമാലക്ഷണത്തെ സമന്വയിപ്പിക്കാൻ സാധിക്കും. കാരണം എന്താണ്? അനധികതമായ കാലത്തെ വിഷയമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. കിഞ്ച, ഇനി ഇതിപ്പോ മീമാംസകന്മാരുടെ അഭിപ്രായം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ സമാധാനം പറഞ്ഞത്. വാസ്തവത്തില് നമുക്ക് ഇതിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. കാരണം ഈ ധാരാവാഹിക ജ്ഞാനം നടക്കുന്നിടത്ത് അത് പല ജ്ഞാനം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരേ ജ്ഞാനാണിത്. കിഞ്ച ധാരാവാഹിക സ്ഥലേ ബുദ്ധിസ്ഥലേ എന്ന ജ്ഞാനഭേദ. ഈ ധാരാവാഹിക ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണെന്ന് വെച്ചോളൂ, എന്നാ കഴിഞ്ഞില്ലേ? ഇപ്പൊ 10 മിനിറ്റ് ഒരേ ജ്ഞാനം നിലനിൽക്കുക.
അത് പല ജ്ഞാനങ്ങളാണ്. ഈ ജ്ഞാനം പലതാണ് നൈയായികന്മാർക്ക് പറയേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അവരുടെ മതത്തില് ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 നിമിഷം മാത്രമേ നിൽക്കുള്ളൂ. ക്ഷണദ്വയസ്ഥായിത്വം എന്നൊരു നിയമം വെച്ചു. നമുക്ക് അങ്ങനെ ഒരു നിയമം വെക്കേണ്ട ആവശ്യമില്ല. ഒരു ജ്ഞാനം അതിന്റെ ഇടയിൽ മറ്റൊരു വിഷയം കയറി വരുന്നില്ല എന്നൊക്കെയാ. മറ്റൊരു വിഷയം കയറി വരാത്തോടത്തോളം ആ ജ്ഞാനം 10 മിനിറ്റ് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ഒരേ ജ്ഞാനാണെന്ന് വെക്കാം. അപ്പൊ ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ജ്ഞാനം വേറെ ജ്ഞാനം എന്ന് സ്വീകരിക്കുമ്പോൾ മാത്രമേ ആ ജ്ഞാനത്തിന്റെ വിഷയം മുമ്പത്തെ ജ്ഞാനത്തിന്റെ വിഷയത്തിൽ മുമ്പത്തെ ജ്ഞാനം കൊണ്ട് വിഷയീകരിച്ച അതേ വിഷയം തന്നെയല്ലേ രണ്ടാമത്തെ ജ്ഞാനത്തിലും എന്ന ചോദ്യം വരുള്ളൂ. ഇത് 10 മിനിറ്റ് ഒരേ ജ്ഞാനം തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ ചോദ്യം ഇല്ല. അതുകൊണ്ട് സിദ്ധാന്തത്തിൽ നമ്മുടെ സിദ്ധാന്ത പ്രകാരം എങ്ങനെയാണ്, ധാരാവാഹിക ജ്ഞാനം എന്ന് പറയുന്നിടത്ത് ഒരേ ജ്ഞാനാണത്. ഒരേ ജ്ഞാനത്തിന്റെ വിഷയം ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ജ്ഞാനത്തിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ എന്താണോ വിഷയം അത് തന്നെയാണ്. അതിൽ കാലം വിഷയമാക്കേണ്ട കാര്യമില്ല. കാലം വിഷയമല്ല എന്ന് പറഞ്ഞാലും ധാരാവാഹിക ബുദ്ധി ഒരു ബുദ്ധിയാണെന്ന് സ്വീകരിക്കുമ്പോൾ ആ ബുദ്ധിയിലെ വിഷയം അനധികതമാണോ? അനധികതമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു, എങ്കിലും ഞാൻ മുൻപോട്ട് പോവുകയാണ്. കിന്തു യാവത് ഘടസ്ഫുരണം താവത് ഘടാകാര അന്ധക്കരണ വൃത്തി രേഖൈവ. എത്ര നേരം ഒരു ഘടം ഒരു വിഷയം സ്ഫുരിക്കുന്നുവോ അത്ര നേരം ആ ജ്ഞാനം ഒന്ന് തന്നെയാണ്. വേറെ വേറെ ഞാനാണെങ്കിൽ മുമ്പത്തെ ജ്ഞാനത്തിൽ പിന്നത്തെ ജ്ഞാനത്തിലുള്ള ചോദ്യം അപ്പോഴേ വരുള്ളൂ. ഒരേ ജ്ഞാനമാണെന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനാണ് കഴിഞ്ഞു, അതിന്റെ വിഷയം അനധികതമാണോ? അനധികതമാണ്. അത്രേ ഉള്ളൂ. വൃത്തേഹേ സ്വവിരോധി വൃത്യുത്പത്തി പര്യന്തം സ്ഥായിത്വാഭിഭഗമാത്. ഇവിടെ വൃത്തി എന്നൊരു ശബ്ദമുണ്ട്. വൃത്തി എന്നൊരു ശബ്ദമുണ്ട്. അതിനർത്ഥം ജ്ഞാനം എന്നാണ്. ജ്ഞാനത്തിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരോധിയായിരിക്കുന്ന മറ്റൊരു ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഒരു ജ്ഞാനം എത്ര നേരം നിലനിൽക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജ്ഞാനം എത്ര നേരം നിലനിൽക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ? നൈയായികന്മാർ പറയുന്നു 2 ക്ഷണം മാത്രമേ നിൽക്കുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല. മറ്റൊരു വിഷയത്തെ ഉൾക്കൊള്ളുന്ന പുതിയൊരു ജ്ഞാനം എപ്പോൾ വരുന്നു അതുവരെ ഈ ജ്ഞാനം നിൽക്കും. ഒരു സാധനത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ മറ്റൊന്ന് കണ്ടു, മറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ജ്ഞാനം പോയി. അവിടെ ലൈറ്റ് ഉണ്ട്, അത് ഞാൻ കാണുന്നു, നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഒരു ജ്ഞാനമാണ്. വേറൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ജ്ഞാനം പോയി. അത് ഏതുവരെ വേറൊന്നിനെ ഞാൻ കാണുന്നില്ല അതുവരെ ജ്ഞാനം ഒന്നാണ്. അപ്പൊ യാവത് സ്വവിരോധി വൃത്യുത്പത്തി പര്യന്തം, തന്നിൽ നിന്ന് വിരുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയത്തെ ഉൾക്കൊള്ളുന്ന വൃത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അതൊരു പാരിഭാഷിക ശബ്ദമാണ്. അതിന്റെ ആശയം എന്താണ് പിന്നീട് പറയാം. സ്വവിരോധി വൃത്യുത്പത്തി പര്യന്തം സ്ഥായിത്വാഭ്യുപഗമാ. സ്ഥായിത്വം എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ്. ഒരു ജ്ഞാനം എന്ന് പറയുന്നത് സ്ഥിരമാണ് എന്ന് സ്വീകരിക്കുന്നത് കൊണ്ട് തഥാച തത് പ്രതിഫലിത ചൈതന്യരൂപം ഘടാതിജ്ഞാനമപി തത്ര താവത്കാലീനം ഏകമേവ ഇത് ന അവ്യാപ്തി ശങ്കാപി. ഇവിടെ ചില വൃത്തി, പ്രതിഫലിത ചൈതന്യം, ഇങ്ങനെയാണ് ചില ശബ്ദങ്ങൾ വന്നു. അതിന്റെ താല്പര്യം ഇപ്പൊ ഞാൻ പറയില്ല, പിന്നീട് പറയാം. അത് വിസ്തരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. ഒരു ചോദ്യം പറഞ്ഞ് അതിന്റെ ഉത്തരം പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഈ വിഷയം കഴിഞ്ഞു. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. 5 മിനിറ്റിൽ നിർത്താം. ഇപ്പോ നമ്മളുടെ പ്രമാലക്ഷണം എന്തായിരുന്നു? അനധികത അബാധിത അർത്ഥ വിഷയക ജ്ഞാനം പ്രമാ. ഇതല്ലേ? അനധികതവും അതായത് മുമ്പ് അറിയാത്തതും അബാധിതവും അതായത് മറ്റൊരു പ്രമാണത്തെ കൊണ്ട് ബാധിക്കപ്പെടാത്തതുമായ വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണ് പ്രമാ എന്നല്ലേ പറഞ്ഞത്. അതിൽ അനധികതം എന്ന ഒരു അംശം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ശങ്ക കൊണ്ടുവന്നു, അതിന് മറുപടി പറഞ്ഞു. തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു ജ്ഞാനത്തിൽ രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ വിഷയം അധികതമല്ലേ, അനധികതമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് പ്രമേയാവുക എന്ന ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു നിർത്തി. ആ വിഷയം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ദളമുണ്ട്, അബാധിതം എന്നൊരു ദളമുണ്ട്. അബാധിതം, ജ്ഞാനത്തിന്റെ വിഷയം ബാധിക്കപ്പെടാത്തതായിരിക്കണം, അപ്പൊ മാത്രമേ അത് പ്രമേയാവുള്ളൂ എന്നുള്ളതിനർത്ഥം. പക്ഷേ നിങ്ങളുടെ അദ്വൈത വേദാന്ത സമ്പ്രദായം മുൻപിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാ ജ്ഞാനത്തിന്റെയും വിഷയം ബാധിക്കപ്പെടുന്നതാണ് എന്നാണ് നിങ്ങളുടെ തീരുമാനം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ വേദാന്ത ശാസ്ത്രപ്രകാരം കാണുന്ന പ്രപഞ്ചം മുഴുവൻ മിഥ്യയാണ് എന്നുള്ളതാണ് സിദ്ധാന്തം വന്നിരിക്കുന്നത്. മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിഥ്യയാണെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? എന്ത് വെച്ചിട്ടാണ് പറഞ്ഞത്? ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ബാധിക്കപ്പെടും. കേവലം ആത്മസ്വരൂപം മാത്രമായിട്ട് പരിശേഷിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട് എന്ന സിദ്ധാന്തത്തെ മുൻനിർത്തിയല്ലേ വേദാന്ത ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന
ഘടജ്ഞാനം, പടജ്ഞാനം, ഈ പുസ്തകജ്ഞാനം, ഇങ്ങനെ പറയുന്ന എല്ലാ ലോകത്തിൽ കാണുന്ന നിങ്ങളുടെ എല്ലാ ജ്ഞാനങ്ങളുടെയും വിഷയങ്ങൾ മിഥ്യയായിരിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെയല്ലേ വന്നത്? ലോകത്തിലുള്ള നിങ്ങളുടെ എല്ലാ അറിവുകളും ഭ്രാന്തിജ്ഞാനമാണെന്നല്ലേ വന്നത്? അതാണ് നിങ്ങളുടെ സിദ്ധാന്തം. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇപ്പോ ഇത് പുസ്തകമാണ് എന്നൊരു ജ്ഞാനം, ഇത് പ്രമയാണോ ഭ്രമമാണോ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഭ്രമമാണ്. ഇത് ഇവിടെ പുസ്തകമുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഇത് ഭ്രമമാണോ പ്രമയാണോ? ഭ്രമമാണ്. കാരണം ഇത് പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ട ഒരു സാധനമല്ലേ, ഉൾപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇല്ല, ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഒക്കെ ബാധിക്കപ്പെടണം. ബാധിക്കപ്പെടണമെങ്കിൽ നശിച്ചു പോകാൻ അർത്ഥമില്ല. അത് പിന്നീട് ഞാൻ വ്യക്താക്കാം. എന്തോ ആവട്ടെ, ബ്രഹ്മജ്ഞാനം കൊണ്ട് ബാധിക്കപ്പെടണം എന്നുള്ളതാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള സകല വിഷയങ്ങളും ബാധിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ നമുക്കുണ്ടാവുന്ന എല്ലാ ജ്ഞാനങ്ങളും ബാധിത വിഷയകങ്ങളായ ജ്ഞാനങ്ങളാണ്, അല്ലെ? ബാധിത വിഷയകങ്ങളായ ജ്ഞാനങ്ങൾ. അർത്ഥം ഗ്രഹിക്കാൻ വിഷമമുണ്ടോ? അത്തരം ശബ്ദം കേട്ട് ശീലിക്കണം നിങ്ങൾ. ഇത് സംസ്കൃതത്തിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടത് ഞാൻ മലയാളത്തിൽ പറയുന്നത്. സർവാണി ജ്ഞാനാനി ബാധിത വിഷയകാനി ഭവന്തി. എല്ലാ ജ്ഞാനങ്ങളും ബാധിത വിഷയകങ്ങളാണെന്ന് വന്നു. എല്ലാ ജ്ഞാനങ്ങളുടെയും വിഷയം ബാധിക്കപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രമ എന്ന് പറയാ? ഇവിടെ പുസ്തകമുണ്ട് എന്നുള്ള ജ്ഞാനം പ്രമയാണോ? അല്ല എന്ന് പറയേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ഇതെന്ത് മര്യാദയാണ് എന്ന് ചിലക്ക് സംശയം വരാം. അപ്പൊ അതിന് മറുപടി പറയാണ്, അത് സാരല്ല, പേടിക്കണ്ട. വേദാന്ത ശാസ്ത്രത്തിന്റെ പരമസിദ്ധാന്തം അങ്ങനെ നിൽക്കുന്നു എങ്കിലും ഇപ്പോ ഇത്തരം ജ്ഞാനങ്ങളെയൊക്കെ പ്രമാണം നമുക്ക് കഷ്ടിച്ച് വ്യാഖ്യാനിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പുസ്തകം ഇവിടെ പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നൽ വരുന്നുണ്ട്. ഇവിടെ പുസ്തകമുണ്ട്, ഇതൊരു പുസ്തകമാണ് എന്ന് എനിക്കൊരു അറിവുണ്ട്. ഈ അറിവ് പ്രമേയാണെന്ന് പറഞ്ഞേ പറ്റൂ. കാരണം ഇതും പ്രമേയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പ്രമ? കേവലം ബ്രഹ്മജ്ഞാനം മാത്രമാണ് പ്രമ എന്ന് വരും. ഒരു കണക്കിന് അത് ശരിയാണെന്ന് വെച്ചോളൂ. പക്ഷേ ഈ ലക്ഷണമൊക്കെ നമ്മൾ എന്തിനാ ഉണ്ടാക്കണത്? ലക്ഷണം ഉണ്ടാക്കേണ്ട പ്രയോജനം എന്താ ലക്ഷണത്തിന്റെ പ്രയോജനം? വ്യാവൃത്തിർ വ്യവഹാരോവ ലക്ഷണ പ്രയോജനം എന്നാണ് തർക്കസംഗ്രഹ ദീപികയിൽ പറയുന്നത്. ലോകത്ത് വ്യവഹരിക്കാൻ വേണ്ടിയാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെ? ലോക വ്യവഹാരത്തില് നമുക്ക് വസ്തുക്കളെ വേർതിരിച്ച് മനസ്സിലാക്കി വ്യവഹരിക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലക്ഷണം ബ്രഹ്മജ്ഞാനത്തിന് മാത്രമേ ഉപയോഗപ്പെടുള്ളൂ വെച്ചെങ്കിൽ നിങ്ങളുടെ ലക്ഷണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മസാക്ഷാത്കാരം ഒന്ന് മാത്രമാണ് പ്രമ, ബാക്കി ഒന്നും പ്രമയല്ല എന്ന് വരും. അങ്ങനെയല്ലേ വരാം? ബ്രഹ്മജ്ഞാനം ഒന്ന് മാത്രമേ പ്രമേയാവുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ എൻ്റെ അറിവ് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്തരം നമ്മളുടെ ലോകത്ത് ഇത് ജലമാണ് എന്നൊരു ജ്ഞാനം എനിക്കുണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ഉണ്ടാവുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഇത് പ്രമേയാണെന്ന് മുൻനിർത്തിയിട്ട് വേണ്ട ഇതെടുത്ത് കുടിക്കാൻ. ഇതെടുത്ത് കുടിക്കുന്നത് ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാണ്? ഇത് ജലമാണ് എന്നൊരു ജ്ഞാനം എനിക്കുണ്ടായി. ആ ജ്ഞാനം ശരിയായിട്ടുള്ള ജ്ഞാനമാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ടല്ലേ എടുത്ത് കുടിക്കുന്നത്. അപ്പൊ ഇത്തരം ഈ ജ്ഞാനം പ്രമയാണ് നിങ്ങളുടെ ലക്ഷണം വെച്ചിട്ട് പറയാൻ കൊള്ളില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണം കൊണ്ട് യാതൊരു ഉപയോഗമില്ല എന്ന് വരും. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷണത്തെ ഒന്നങ്ങട് അതിൽ അബാധിതം എന്നില്ലേ, ആ അബാധിതം എന്നുള്ള ദളത്തിന് അർത്ഥം വ്യാഖ്യാനിക്കുകയാണ്. ബ്രഹ്മജ്ഞാന പര്യന്തം അബാധിതം. ബ്രഹ്മജ്ഞാന പര്യന്ത അബാധിത വിഷയകത്വേ സതി ജ്ഞാനത്വം പ്രമാത്വം. ഇപ്പോ ശരിയായി. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ആശയം ഇതാണ്, വേറൊന്നുമല്ല. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ബാധിക്കപ്പെടുന്നതാണോ ചോദിച്ചാൽ ബാധിക്കപ്പെടുന്നതാണ്. എപ്പോ? ബ്രഹ്മജ്ഞാനം കൊണ്ട്. ഇപ്പൊ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ ഇതിനെ ജലമാണെന്ന് ഞാൻ അറിയുന്നു, നിങ്ങൾ അറിയുന്നു, അദ്ദേഹം അറിയുന്നു, ഇനി വരുന്നവരൊക്കെ അറിയുന്നു, എല്ലാവരും അറിയുന്നുണ്ട്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു കോംപ്രമൈസിൽ എത്താം. ഇത് ജലമാണ്, സംശയമൊന്നുമില്ല. ഇത് ബാധിക്കും എന്ന് പറയുന്നു, ആയിക്കോട്ടെ. വിശ്വമായ ഭൂയശ്ച അന്തേ വിശ്വമായ നിവൃത്തി. പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്ന മായ നിവർത്തിക്കുന്ന സമയത്തല്ലേ ബാധിക്കുക, അതുവരെ ബാധിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരേപോലെ അറിയാൻ കഴിയുന്നില്ലേ? അങ്ങനെ അങ്ങോട്ട് വെക്കുക. അപ്പോ അബാധിതം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാന പര്യന്തം അബാധിതം ജ്ഞാനം, അബാധിത വിഷയകമായിരിക്കുന്ന ജ്ഞാനം. ബ്രഹ്മജ്ഞാന പര്യന്തം ബാധിക്കാത്ത വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനം ഏതാണോ അത് പ്രമയാണ്. ബ്രഹ്മജ്ഞാന പര്യന്തം ബാധിക്കപ്പെടാത്ത വിഷയത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനം പ്രമയാണ്.
ഇപ്പൊ ഇത് ജലമാണ് എന്ന് ഞാൻ പറയുന്നു, ഇത് പ്രമേയാണോ? ആണ്. ഈ കണക്കിനാണ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജലമാണെന്നുള്ള ഒരു അഭിപ്രായം മാറ്റേണ്ടി വരുന്നത്, ജലമല്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്ന് അഭിപ്രായമല്ല. ജലം എന്ന് പറയുന്നത് ഒരു പാരമാർത്ഥിക സത്യമല്ല എന്നുള്ള നിലയ്ക്കാണ് അത് ബാധിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. വ്യാവഹാരിക സത്യമാണെന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇല്ലല്ലോ. അതുകൊണ്ട് വ്യാവഹാരിക സത്യങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഇത് സത്യമാണോ ജലം? എന്താ പറയാ, സത്യമാണോ ചോദിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞത് ഓർക്കണം, പാരമാർത്ഥിക സത്യമല്ല, അതേസമയം വ്യാവഹാരിക സത്യമാണ്. അതുകൊണ്ട് വ്യാവഹാരിക സത്യമായ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ജ്ഞാനങ്ങൾക്കൊക്കെ നമുക്ക് പ്രമ എന്ന് പേര് വെക്കാം. കയറിൽ പാമ്പിനെ കാണുന്നത് പ്രമയാണോ? അല്ല. എന്താണ്? കയറിൽ കാണുന്ന പാമ്പ് ഒരു വ്യാവഹാരിക സത്യമല്ല, മറിച്ച് പ്രാതിഭാസിക സത്യമാണ്. അതുകൊണ്ട് പ്രാതിഭാസികമായ സത്യത്തെ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തിന് നമുക്ക് പ്രമ എന്ന് പറയാൻ വയ്യ, അതിനെ ഭ്രമം എന്ന് പറയാം. വ്യാവഹാരിക സത്യങ്ങളായ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ജ്ഞാനങ്ങൾക്ക് പ്രമ എന്ന് പേര് വെക്കാം. ഇപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ലോക വ്യവഹാരത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ ജലമുണ്ട് എന്നുള്ള ജ്ഞാനം പ്രമയാണ്. കാരണം ജലം വ്യാവഹാരിക സത്യമാണ്, അല്ലെ? അതേസമയം ഇതിൽ മണ്ണുണ്ട്, മണ്ണാണ് ഇതിലൊക്കെ ഒരു ജ്ഞാനം വന്നു നോക്കിയാൽ ആ ജ്ഞാനം ഭ്രമമാണ്. കാരണം അത് വ്യാവഹാരിക സത്യം പോലും അല്ല. ഇപ്പൊ ഇത് സരളമായിട്ടുള്ള ഒരു ആശയമാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്ത് വന്നു? വ്യാവഹാരിക സത്യമായ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ജ്ഞാനങ്ങൾക്കൊക്കെ നമുക്ക് പ്രമ എന്ന് പറയാം എന്ന് വന്നു. എന്താണ് വ്യാവഹാരിക സത്യം? ബ്രഹ്മജ്ഞാന പര്യന്തം ബാധിക്കപ്പെടാത്ത സത്യങ്ങൾ. ബ്രഹ്മജ്ഞാനം കൊണ്ട് ബാധിക്കട്ടെ, ബ്രഹ്മജ്ഞാനം കൊണ്ടല്ലേ, അത് അപ്പം നോക്കാം. അങ്ങനെയല്ലേ നമ്മള്, അങ്ങനെയാണ് നമ്മളുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. പിന്നീട് എപ്പോഴെങ്കിലും അത് അപ്പം നോക്കാം, ഇപ്പൊ നടക്കട്ടെ, ഇങ്ങനെയാണ്. അത്രേ ലോക വ്യവഹാരത്തിന് അർത്ഥമുള്ളൂ. അപ്പോ ബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രം ബാധിച്ചേക്കാവുന്ന, ബ്രഹ്മജ്ഞാനം പര്യന്തം ബാധിക്കാത്ത വിഷയങ്ങളെ നമ്മൾ അറിയുകയാണെന്ന് വെക്കുക, അതിനെ നമുക്ക് പ്രമ എന്ന് പറയാം എന്നുള്ള നിലയ്ക്ക് ഒരു കോംപ്രമൈസിൽ എത്തുകയാണ്. അപ്പോൾ വ്യാവഹാരിക ബ്രഹ്മജ്ഞാന പര്യന്ത അബാധിത വിഷയകത്വേ സതി അനധികത വിഷയകത്വേ സതി ജ്ഞാനത്വം പ്രമാത്വം എന്നിങ്ങനെ ലക്ഷണം പറയാം. കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ നിർത്തുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആശയം ഒന്ന് വായിച്ചിട്ട് നിർത്താം. നനു സിദ്ധാന്തേ, ചോദ്യമാണ് നോക്കൂ. നനു സിദ്ധാന്തേ, വേദാന്ത സിദ്ധാന്തത്തില് ഘടാദേർ മിഥ്യാത്വേന ബാധിതത്വ, ഘടം പടം മുതലായിട്ടുള്ള സകല ദൃശ്യപ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും മിഥ്യയാണ്. മിഥ്യയാണെങ്കിൽ അത് ബാധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അയം ഘടഹ അയം പടഹ എന്നുള്ള സകല ജ്ഞാനങ്ങളും പ്രമകളല്ല എന്ന് പറയേണ്ടി വരും, അപ്രമകളായി പോവും. അങ്ങനെയല്ലേ വരിക? കഥം തജ്ഞാനം പ്രമാണം? അത്തരം ജ്ഞാനങ്ങളെയൊക്കെ പ്രമാണം എങ്ങനെയാ പറയാ? ഉച്യതേ, മറുപടി പറയാൻ പോവാണ്. ബ്രഹ്മസാക്ഷാത്കാര അനന്തരം ഹി ഘടാദീനാം ബാധ. ബ്രഹ്മജ്ഞാനം ചെയ്ത് വന്നതിന് ശേഷമല്ലേ ഘടം ബാധിക്കുന്നത്, ഇപ്പോഴല്ലോ, ഇപ്പൊ കാണുന്നില്ലേ മതിന്ന്. ബ്രഹ്മസാക്ഷാത്കാര അനന്തരം ഹി ഘടാദീനാം ബാധ യത്ര ത്വസ്യ സർവമാത്മൈവാഭൂത് തത് കേന കം പശ്യേത് ഇതി ശ്രുതേ. എത്ര ബ്രഹ്മസാക്ഷാത്കാര ദശായാം സർവമാത്മൈവാഭൂത്, അതായത് ആത്മാവ് ആത്മസ്വരൂപത്തെ വിട്ട് ആത്മസ്വരൂപമല്ലാത്ത വേറൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എപ്പോഴാണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിലാണ്. അപ്പൊ എത്ര ത്വസ്യ സർവമാത്മൈവാഭൂത് തത് കേന കം പശ്യേത്. കഹ കം കേന കം പശ്യേത്. ഇന്ദ്രിയാദികളെ കൊണ്ട് വരുന്ന ലോകവ്യവഹാരങ്ങളെല്ലാം അസ്തമിച്ചു പോകുന്ന ആ ഒരു അവസ്ഥാവിശേഷം നിൽക്കട്ടെ തൽക്കാലം. നതു സംസാരദശായാം ബാധ. സംസാരദശയില്, സംസാരദശ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മജ്ഞാനം പര്യന്തമുള്ള കാലത്തിനെയാണ് സംസാരദശ എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനം വരുന്നത് വരേക്കുമുള്ള കാലത്തിനെയാണ് സംസാരദശ എന്ന് പറയുന്നത്. നതു സംസാരദശായാം ബാധ. ഈ സംസാരദശയില് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചം ബാധിക്കപ്പെടുന്നില്ല. യത്ര ഹി ദ്വൈതമിവ ഭവതി തദിതര ഇതരം പശ്യതി ഇത് ശ്രുതേ. ദ്വൈതമിവ, രണ്ടാമതൊന്നും ഉള്ളതായിട്ട് നമ്മൾ കാണപ്പെടുന്നുവോ ആ അവസ്ഥ, സംസാരാവസ്ഥ, ആ അവസ്ഥയിലൊന്നും ബാധിക്കപ്പെടുന്നില്ല. തഥാച അബാധിത പദേന സംസാരദശായാം അബാധിതത്വം വിവക്ഷിതം. സ്പഷ്ടമായോ? അബാധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സംസാരദശായാം അബാധിതം. അപ്പോ ഈ പാത്രത്തിൽ ജലമുണ്ട് എന്നൊരു ജ്ഞാനമുണ്ട്, ഇത് സംസാരദശായാം അബാധിതമാണ്, അല്ലെ? ഈ ജലം സംസാരദശയിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ശരിയാണ്, എല്ലാവർക്കും സമ്മതമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ സമ്മതമാണല്ലോ.
മതി, അത്രേ വേണ്ടൂ. സംസാരദശായാം അബാധിതമാണോ തീരുമാനിക്കാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അത് സമ്മതമാണ്. ജലം ആണ് സമ്മതമാണ്, കുടിച്ചാൽ ദാഹം മാറുന്നുണ്ട്, ശരിയാണ്, വ്യാവഹാരിക സത്യമാണ്, സമ്മതിക്കാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ അറിവുകളെയും നമുക്ക് പ്രമ എന്ന് വ്യാഖ്യാനിക്കാം. തദുക്തം ദേഹാത്മപ്രത്യോ യദ്വത് പ്രമാണത്വേന കൽപ്പിത ലൗകികം തദ്വദേവം പ്രമാണം തു ആ ആത്മനിശ്ചയാത് ബ്രഹ്മസാക്ഷാത്കാര പര്യന്തം ഇത്യർത്ഥ. പ്രമാണം തു ആ ആത്മനിശ്ചയാത്, ആത്മനിശ്ചയം വരെ എന്നർത്ഥം. ആത്മനിശ്ചയം, ആത്മസാക്ഷാത്കാരം വരുന്നത് വരെ ഈ പറയുന്ന വ്യവഹാരങ്ങളെയൊക്കെ സത്യമാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പ്രമേയമായിട്ട് കണക്കാക്കി വ്യവഹരിക്കുന്നു. അതാണ് പറഞ്ഞത്. ദേഹാത്മപ്രത്യ, ഏതുപോലെയാണോ ദേഹത്തില് ഈ ദേഹത്തെ ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത്, ദേഹത്തെ ഞാൻ എന്ന് വെച്ചുകൊണ്ടല്ലേ വ്യവഹരിക്കുന്നത്. അപ്പൊ ഞാൻ ആരാ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് ദേഹം ആത്മാവല്ല എന്ന് എനിക്കറിയാലോ, ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളുടെ ഒരു അനുഭവം അങ്ങനെയാണ്. ഈ ദേഹം എവിടെയാണെന്ന്, ഇപ്പൊ ഇവിടെ ഞാൻ ഇരിക്കുന്നു എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ ഇപ്പൊ ഈ കസേരയിൽ ഇരിക്കുന്നു എന്തുകൊണ്ടാണ് പറയുന്നത്? എന്റെ ദേഹം എവിടെയാണുള്ളത് കൊണ്ടാണ്, ആത്മാവിനെ വെച്ചുകൊണ്ടാണോ? അല്ലല്ലോ. ദേഹത്തെ മുൻനിർത്തിയാണ് നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും. അത് പ്രമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമയാണ് എന്നിങ്ങനെ കണക്കാക്കപ്പെടുന്ന ഒരു അറിവാണ്, അത്രേ വേണ്ടൂ. ഈ അറിവ്, ഇത് ഞാൻ എന്നിങ്ങനെ ഞാൻ ഈ ദേഹത്തെ വെച്ച് ചിലതൊക്കെ കണക്കാക്കുന്നു, നിങ്ങളും അങ്ങനെ കണക്കാക്കുന്നു, അങ്ങനെ നമ്മൾ തമ്മിലുള്ള വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നു, അത്രേ വേണ്ടൂ. വ്യവഹാരങ്ങൾ നടപ്പിലാക്കുവാൻ ഇത്രയേ ആവശ്യമുള്ളൂ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക, ഒരു കോംപ്രമൈസിൽ എത്തിയിരിക്കുകയാണ്. ദേഹാത്മപ്രത്യേക യദ്വത് പ്രമാണത്വേന കൽപ്പിത, പ്രമാണം എന്നുള്ള നില പ്രമേയ യഥാർത്ഥ ജ്ഞാനമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ലോകവ്യവഹാരത്തെ മുന്നോട്ട് നീക്കുന്നുവോ അതേപോലെ തന്നെ ലൗകികം തദ്വദേവേദം പ്രമാണം തു ആ ആത്മനിശ്ചയ, ഈ പറയുന്ന സകല പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന എല്ലാ ജ്ഞാനത്തിനെയും നമ്മൾ ഒരു എന്താ പറയുക, ലൗകിക പ്രമേയമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കാം. പാരമാർത്ഥിക പ്രമേയം അല്ലെങ്കിലും പാരമാർത്ഥികമായ തലത്തില് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പക്ഷേ യഥാർത്ഥ ജ്ഞാനം ആയിരിക്കില്ല. പക്ഷെ വേണ്ട, നമുക്ക് വ്യവഹാരത്തിന് ആവശ്യമുള്ള ഒരു യാഥാർത്ഥ്യം ഇതിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രമേയമായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞ് പ്രമാലക്ഷണത്തെ ആചാര്യൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രമാണങ്ങളെ കുറിച്ച് താനി പ്രമാണാനി ഷഡ് പ്രത്യക്ഷ അനുമാന ഉപമാന അർത്ഥാപത്യ അനുപലബ്ധി ഭേദ എന്നിങ്ങനെ പ്രമാണങ്ങൾ 6 തരത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഇനി വിസ്തരിച്ച് പ്രത്യക്ഷ പ്രമേയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ഒരു പീഠിക പറഞ്ഞതിന് ശേഷം നാളെ വിസ്തരിച്ച് നമുക്കതിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.